Okay. Hi. Welcome back Hi all. to our new episode of വെള്ളം ചേർക്കാതെ. നമ്മള് ഫ്ലാഷ് ഫീഡില് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. നമ്മുടെ ന്യൂ ജെൻ യൂത്ത് മൂവ്മെന്റ് ആയിട്ടുള്ള ഈ നേപ്പാളിലും ഇന്തോനേഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കുറെ കൺട്രീസിലൊക്കെ പ്രൊട്ടസ്റ്റുകൾ നടന്നിരുന്നു. പിന്നെ ഇപ്പൊ മെക്സിക്കോയിൽ നടന്നു. ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിച്ച സിമ്പിള് വൺ പീസിന്റെ ഒരു എന്താ സ്കൾ ആൻഡ് ബോൺസ് പോലത്തെ ചിഹ്നാണ് അവർ ഉപയോഗിച്ചത്. അപ്പൊ പൈററ്റ് ഫ്ലാഗ് ആണ് ബേസിക്കലി യൂസ് ചെയ്തതാണ്. അപ്പൊ കുറെ പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മൾ അത് സംസാരിച്ചെങ്കിലും വൺ പീസിനെ കുറിച്ച് നമുക്ക് ശരിക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിനാണ് ഇന്ന് വൺ പീസിന്റെ തന്നെ സൂപ്പർ ഫാൻസ് ആയിട്ടുള്ള കുറച്ച് പേരെ നമ്മൾ കൊണ്ടുവന്നേക്കണേ. നമ്മുടെ സ്ഥിരം ഗസ്റ്റുകളായ അഭിജിത്ത് ആൻഡ് റോഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ വൺ പീസ് സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്ത അഭയ് ഇസ് ബാക്ക്. അപ്പൊ എന്തുകൊണ്ടാണ് വൺ പീസ് ഇത്ര അധികം ആനിമേ ഉണ്ട്? നമ്മൾ ആനിമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ആനിമേ ടൈറ്റിൽസ് ഉണ്ട്. എന്തുകൊണ്ടാണ് വൺ പീസ് ഇത്ര ഇമ്പോർട്ടൻസ് അഭയന്? പീസ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും കുറെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു അനിമയാണ്. നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ യാത്രകൾ പോകാനും ഒക്കെ സാധ്യതയുള്ളവർ എന്തായാലും വൺ പീസ് ഇഷ്ടപ്പെട്ടിരിക്കും. പിന്നെ അതിന്റെ വേൾഡ് ബിൽഡിങ്ങും സ്റ്റോറി ടെല്ലിങ്ങും അതിന്റെ ഒരു കോൾ ബാക്സും കണക്ഷൻസും ഒക്കെ ഒരു മാഗ്നിഫിസന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ക്യാരക്ടർ ബിൽഡിങ് എല്ലാ ക്യാരക്ടേഴ്സിനും ബാക്ക് സ്റ്റോറീസ്, അതിൽ റിലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങള്, എല്ലാവരുടെ എമോഷൻസിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ട് പോയിട്ടുള്ള കാര്യമാണ് വൺ പീസ്. അതെ, അപ്പൊ നല്ലോണം മെനക്കെട്ട് ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ടൈപ്പ് എന്താണ് മീഡിയ ആണ് വൺ പീസ്. ഇത് ആദ്യം എനിക്ക് തോന്നുന്നു ആനിമേനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അഭയന് താല്പര്യം ഉണ്ടോ അതിനെ കുറിച്ച് ഒന്നും കൂടി ഡെപ്ത് പോകാൻ? ബേസിക്കലി പറയുകയാണെങ്കിൽ ജാപ്പനീസ് കോമിക്സ്, നമ്മുടെ ഇവിടുത്തെ മായാവി അത് ഇതിലൊക്കെ വന്ന പോലത്തെ കുറച്ച് അത് ജപ്പാനീസ് ഇറങ്ങിയപ്പോ അത് മാങ്കാന്ന് വെച്ചു, അത് അനിമേഷൻ വേർഷനിലേക്ക് ഇറങ്ങിയപ്പോ അതിന്റെ ആനിമേഷൻ. സോ അപ്പൊ ഇതിന്റെ മാങ്കയുണ്ട് വൺ പീസിന്റെ. അതെ, മാങ്കയാണ് ആദ്യം വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് അനിമേ ആയിട്ട് സീരിയലൈസ് ചെയ്തത്. മാങ്ക പക്ഷെ വരച്ചിട്ടുള്ള ഇപ്പൊ നമ്മള് മായാവിയൊക്കെ കാണൂലേ, അതില് പിക്ചർ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും, എന്നിട്ട് അതിന്റെ ടൈറ്റില് അല്ലെങ്കിൽ എന്താ പറയാ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ പുള്ളി വരച്ചുണ്ടാക്കി ഓരോ ക്യാരക്ടറിനെയും പുള്ളി ഡിഫൈൻ ചെയ്ത് വരച്ച് കോൺവെർസേഷൻസും ഡയലോഗ്സും ഒക്കെ കൊടുത്ത് ഓരോ പേജ് ആയിട്ട് ബിൽഡ് ചെയ്തതാണ് മാങ്ക. അപ്പൊ ആ മാങ്ക ഒരു വിഷ്വൽ റെപ്രസെന്റേഷനിലേക്ക് അല്ലെങ്കിൽ ഇതൊരു ആനിമേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ടി വി രീതിയിലേക്ക് ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നതാണ്, അനിമേഷൻ ചെയ്തതാണ് ബേസിക്കലി ഇപ്പൊ ആനിമേ എന്ന് പറയുന്നത്. അതാണ് ജനറലി ആനിമേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓടാന്ന് പറഞ്ഞ പുള്ളിയാണ് ഇതിന്റെ മെയിൻ. എന്താ ഒന്നും കൂടി പേര് പറഞ്ഞ? എയ്ച്ചിറോ ഓഡ. ഓഡ ആണ് അതിന്റെ ക്രിയേറ്റർ, ഇതിന്റെ മാങ്കയുടെ ക്രിയേറ്റർ ബേസിക്കലി. നമ്മുടെ സ്റ്റാൻലി. കാരണം മാങ്ക ക്രിയേറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യേണ്ടത്, ക്യാരക്ടേഴ്സ് എങ്ങനെ ഇരിക്കും, അവരുടെ ലുക്ക്, ഫിസിക്, കാര്യങ്ങൾ, ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഓരോ ക്യാരക്ടറിനും ലുക്കും ഫിസിക്കും എല്ലാം ഡിഫൈൻ ചെയ്യണല്ലോ. അപ്പൊ ഒരു സിനിമ അല്ല, നമ്മള് ഇത് ഒരു ആനിമേ കാണാത്ത ഒരാൾക്ക് നമ്മുടെ ഒരു വ്യൂവർ സെക്ഷൻ ഉണ്ട് കുറെ പേര്. അപ്പൊ നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ല എത്ര അധികം ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇതിന്റെ സ്കെയില് നമുക്ക് അറിയില്ല ഇത് കാണാത്തവർക്ക്. അപ്പൊ കാണുന്നവരും കാണാൻ കുറെ പേർക്ക് ഇത് കണ്ട് തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇതിന്റെ സ്കെയിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ വൺ പീസിന്റെ വേൾഡും അതിലുള്ള ഒരു വേൾഡ് ബിൽഡിങ്ങും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിന്റെ ഒരു വോളിയം എങ്ങനെയാണ് നിങ്ങളൊന്ന് സിമ്പിൾ ആയിട്ട് പറയാ? വോളിയം എന്ന് പറയാൻ വൺ പീസിൽ അങ്ങനെ പറയാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇവര് ഒരു അഡ്വഞ്ചർ ആണ്, ഇവര് ഓരോരോ സ്ഥലത്ത് പോകും. അതായത് ലാർജ് വോളിയാണ്, നമ്പർ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ബാക്ക് സ്റ്റോറീസ് ഇവരൊക്കെ ഓവർ 1000 ക്യാരക്ടേഴ്സ്. പിന്നെ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് തന്നെ ഉണ്ടോ? അത് തന്നെ അതാണ് ഫ്ലിപ്പായി പോകും കാര്യം. പിന്നെ
ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ മാങ്ക മാത്രമല്ല കേട്ടോ, ഞാൻ അനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം മാങ്ക വായിച്ചിട്ടില്ല. വൺ പീസ് കണ്ടോണ്ടിരിക്കുകയാണ്, ഫുൾ ആയിട്ടില്ല. അപ്പം ഇതിന്റെ ഡയറക്ഷനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് ഈ ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം ഈ എന്താ പറയാ എന്റെ അനിമ എടുത്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ, സ്റ്റോറി ബോർഡിംഗ് ഒക്കെ ചെയ്യുന്ന വളരെ സൂപ്പറാണ്. അത് ഒന്നും പറയാനില്ല. അതും ഈ മാങ്ങയുടെ അത്രയും തന്നെ പ്രശംസന അർഹിക്കുന്ന കാര്യമാണ്. BGM ഒക്കെ ആണെങ്കിലും സൂപ്പർ സാധനമാണ്. ഇമോഷൻ ഫീൽ ചെയ്യണമെങ്കിൽ ചുമ്മാ അത് ഇതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നിരിക്കുമല്ലോ, കഥ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. ഇതിന്റെ ഒരു സ്കെയില് പറയുകയാണെങ്കിൽ ഒരു 10-25 വർഷമായിട്ട് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1000 എബോവ് എപ്പിസോഡ്സ് ഉണ്ട്. ഓ, മാങ്കയാണോ ആനിമേഷൻ ആണോ? മാങ്ക 97 ഇറങ്ങി. ഓക്കെ, അനിമ മാങ്ക 99 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മാങ്കയാണ് കുറച്ച് ഫോർവേഡ് ആയിട്ട് പോകുന്നത്. ആദ്യം മാങ്കയാണ് ബിൽഡ് ചെയ്യുക, പിന്നെ ഒരു ടൈം ഗ്യാപ്പ് വെച്ചിട്ടാണ് അത് ആനിമയിലേക്ക് ചെയ്യുന്നത്. മാങ്കയാണല്ലോ ആക്ച്വൽ ക്രിയേഷൻ പുള്ളിയുടെ. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് ആനിമേറ്റ് ചെയ്തിട്ടാണ് ആനിമ ആവുന്നത്. ആനിമേന്റെ ബാക്കിൽ വരുന്നത്. ഇപ്പൊ ഒരു 1100+ എപ്പിസോഡ്സ് ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞു. യൂഷ്വലി ഇത് വീക്ക്ലി 1 എപ്പിസോഡ് വെച്ചാണ് ഇറങ്ങുന്നത്. ഇപ്പൊ ഒരു 22 മിനിറ്റ്സ് അതിന് കുറച്ചിടയ്ക്ക്. ഇതിപ്പം നമ്മളിവിടെ ടിവിയിൽ സീരിയലൊക്കെ വരുന്ന പോലെ അവിടെ ടിവിയിൽ ഇങ്ങനെ അനിമ വരും. അതിനിടയിൽ 2 ബ്രേക്ക് സെഷൻസ് ഉണ്ടാവും, ആഡിന്റെ സെഷൻസ് ഉണ്ടാവും. അപ്പൊ അതും കഴിഞ്ഞൊരു 30 മിനിറ്റ്സ് ആയിരിക്കും ഒരു എപ്പിസോഡ് ടോട്ടൽ. അതിൽ 22 മിനിറ്റ്സ് കണ്ടന്റ് ഉണ്ടാവും. നമ്മൾ ഡയറക്ട്ലി ഒരു അനിമ മാത്രം കാണുമ്പോൾ അത് 22 മിനിറ്റ്സ് നമുക്കൊരു എപ്പിസോഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ 1100+ എപ്പിസോഡ് ഓവർ ദ ഇയർ ഓഫ് ഓൾമോസ്റ്റ് 30 years ആണ് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോങ്സ്റ്റ് ആണ്. പിന്നെ വൺ ഓഫ് ദ കൂടുതൽ റേറ്റിംഗ് ഉള്ളതും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അത്രയും വ്യൂവർഷിപ്പ് ഉള്ള ഒരു ഫോളോവേഴ്സ് ഉള്ള ഇതാണെന്ന് പറയാം. നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ തന്നെ ഒരു കുറെ പേര് ഇതിന്റെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഞാനും കണ്ടു തുടങ്ങിയത് കുമാരൊക്കെ പിടിച്ചെടുത്ത് കാണിക്കായിരുന്നു. വേറെ വഴിയില്ലാണ്ട് കണ്ട് ലാസ്റ്റ് ലോക്കായി പോയി. അയ്യോ, ഞാനിപ്പോ വാനോക്കുരിയില് നിക്കണേ. എങ്ങനെ ഞാൻ ടൈം പിടിക്കുമെന്ന് ഒരു പിടിയില്ല. പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? അതിന്റെ മുന്നേ ഒരു കാര്യം, ഇതിപ്പം നമ്മൾ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നോണ്ട് കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിട്ട്. ഓക്കെ. പിന്നെ അത് ഇത്ര 25 വർഷത്തെ കാര്യം പറയുമ്പോൾ കുറച്ച് സ്പോയിലർ ഇല്ലാതെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ലിമിറ്റഡ് അമൗണ്ട്സ് അല്ലേ നമ്മൾ അതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യുള്ളൂ. അതൊക്കെ ഒരു സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് ബേസിക്കലി, റൈറ്റ്? പിന്നെ നമ്മള് അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പൊ അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ, ഇപ്പൊ ഞാനത് ആ ഒരു കുറച്ച് എപ്പിസോഡ് പുറകിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ ഈ സ്പോയിലർ കണ്ടുപോകും. അല്ലാതെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് നമ്മള് ബിഗ് ബോസ് ഇവിടെ കാണുമ്പോഴും പെട്ടെന്ന് സ്പോയിലർ വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ലേറ്റ് ആയിട്ട് തുടങ്ങിയതാണല്ലോ. പക്ഷെ ഈ സ്പോയിലർ ഉണ്ടെങ്കിലും എന്റെ ആസ്വാദനത്തിന് അതൊട്ടും ബാധിച്ചിട്ടില്ല. അത് കാരണം സ്റ്റോറിയും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം അതിന്റെ ആ സ്പോയിലറൊക്കെ ഒരു 300 എപ്പിസോഡ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോഴേക്കും നമ്മൾ മറന്നു മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് വാല്യൂ, ഇത്ര എപ്പിസോഡ് ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് വാല്യൂ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും മൾട്ടിപ്പിൾ ടൈംസ് ഇത് കാണാറുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് അതിനെ കുറിച്ച്? ഞാൻ ഓവർ ദ ഒരു 8 months കോഴ്സിൽ 6 to 8 months കോഴ്സിൽ ഞാൻ 3 തവണ മൊത്തം കണ്ടു. അതായത് ജോലി എടുക്കുന്നില്ലെന്ന് ചോദിക്കും. ഞാനൊരു 40 to 45 ഡേയ്സിലാണ് ഫസ്റ്റ് മൊത്തം കണ്ടത്. അതായത് 1000 എപ്പിസോഡിന്റെ അടുത്ത്. 1000 എപ്പിസോഡിന്റെ ആ സമയത്ത് ഒരു 1050 ഒക്കെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് കണ്ടത്. അപ്പം ഞാനത് മൊത്തം കണ്ടു. എന്നിട്ട് പിന്നെ എനിക്ക് അപ്പോഴേക്ക് സ്റ്റാർട്ടിങ്ങിലെ കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി മറന്നു പോയപ്പോ ഞാൻ സ്റ്റാർട്ടിങ് മാത്രം ഒന്നുകൂടെ കാണാറ്. അങ്ങനെ സ്റ്റാർട്ടിങ് കണ്ടു. പിന്നെ അത് മൊത്തത്തിലാണ് എന്റെ ഇത്. പിന്നെ മൂന്നാമത്തെ തവണ ഞാൻ ഏകദേശം ഒരു പകുതി മുക്കാൽ വരെയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ബിഞ്ച് വാച്ച് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ചുകൂടെ സ്കെഡ്യൂൾ ടൈറ്റ് ആയി, വർക്കൊക്കെ കുറച്ചുകൂടെ ടൈറ്റ് ആയപ്പോ. കാരണം ഒരുപാട് ഒരു എപ്പിസോഡിന്റെ ലെങ്ത് എത്രയാ? 22 to 23 മിനിറ്റ്സ് ഉണ്ടാവും, 25 മിനിറ്റ്സ് ഉണ്ടാവും. നമ്മൾ ആഡ് ഇല്ലല്ലോ, നമ്മൾ ഡയറക്ട്ലി ഇതിൽ വാച്ച് ചെയ്യുമ്പോ ആഡ് ഇല്ലാതെ നമുക്ക് കാണാം. ടിവിയിൽ വരുമ്പോഴാണ് ആഡ് വരുമ്പോ. ഇവിടെയൊക്കെ ഇപ്പത്തെ എന്റെ റൂട്ടീനിൽ ഫുഡ് കഴിക്കുന്ന ഒരു 20 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു എപ്പിസോഡ് കാണാനുള്ള കറക്റ്റ് സമയമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോ സിനിമയൊന്നും കാണാൻ സമയമില്ല. വൺ പീസ് കാണാനേ ഇപ്പൊ സമയമുള്ളൂ. ഒരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി, അത്യാവശ്യം എന്റർടൈൻമെന്റും ആയി.
പക്ഷെ അതില് നിർത്താനാണ് പാട്. ജിജോ നിർത്താൻ പറ്റില്ല. അതായത് ഇതിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻസ് തന്നെ ഇപ്പൊ അഭയ് പറഞ്ഞ പോലെ തന്നെ ഒരു 1000ഓളം ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു വില്ലൻ ആണെങ്കിലും സൈഡിൽ കൂടെ പോണ ഒരു പുള്ളിയാണെങ്കിൽ പോലും ആ പുള്ളിയുടെ ബാക്ക് സ്റ്റോറി എന്താ, പുള്ളി വീട്ടിലെന്താ നടക്കുന്ന, പുള്ളി എന്തിന് ഇതിലേ പോയെന്നുള്ളതിന് ഒരു ക്ലിയർ റീസൺ ഉണ്ട്. അല്ലാതെ സൈഡിൽ കൂടെ ഒരു പുള്ളി ചുമ്മാ പോയി കോയിൻസിഡന്റൽ അല്ല. ഇതിപ്പം ഒരു സംഭവം ഒരാൾ വന്നു ഹാപ്പൻ ചെയ്തു അങ്ങനെയല്ല. അതിനൊരു ഡിഫൈൻഡ് ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്തുകൊണ്ട് വൈ ഈ റീച്ച്ഡ്, അങ്ങനെ ഈ സ്റ്റോറി ഉണ്ടാവാനുള്ള കാരണവും അതുകൊണ്ടാണ് പ്രസന്റിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫൈൻഡ് ആണ്. ചില വില്ലന്മാരുടെ ഒക്കെ ബാക്ക് സ്റ്റോറി ഒക്കെ കേൾക്കുമ്പോ നമുക്ക് നമ്മളെ ഹീറോ ഒന്ന് തോറ്റിരുന്നെങ്കിൽ വരെ നമുക്ക് തോന്നും. അങ്ങനത്തെ കൈൻഡ് ഓഫ് ബാക്ക് സ്റ്റോറി ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യും ചില വില്ലന്മാരൊക്കെ. ചില വില്ലന്മാരൊക്കെ ആദ്യം കാണുമ്പോൾ നമുക്ക് തുപ്പാൻ തോന്നും. കാരണം ഇനിഷ്യലി പ്രസന്റ് ചെയ്യാൻ അങ്ങനെ ഈ ടേൺഡ് ഔട്ട് ടു ബി ദാറ്റ് വേ, ബട്ട് വൈ ഹി ടേൺഡ് ഔട്ട് ടു ബി ദാറ്റ് വേ എന്നുള്ള ബാക്ക് സ്റ്റോറി കാണുമ്പോൾ നമുക്ക് മറ്റേ ആ കോമഡിയിലും മറ്റേ പുള്ളി പറയുന്നില്ല, എന്റെ അമ്മ ചുറ്റൊരു വെള്ളപ്പം മുട്ടയും കൂട്ടി തട്ടി നിങ്ങൾ തോറ്റാ മതിയെന്ന് മറ്റേ കാണാനുണ്ട് കോമഡി പറയുന്ന വഴി ഹീറോ തോറ്റാ മതിയെന്ന് നമുക്ക് ചിലപ്പോ തോന്നിപ്പോക. അത്രയും അടിപൊളി ബാക്ക് സ്റ്റോറീസ് ഒക്കെയാണ് വില്ലനും കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ ഹീറോന്റെ സ്റ്റോറി ആലോചിക്കാലോ. നമ്മുടെ മൊത്തത്തിലൊരു ഇത് ഒരു ലിബറേഷന് വേണ്ടി ഇവര് പോകുന്നത്. അതായത് അതിന്റെ ഒരു ഫ്രീഡത്തിന് വേണ്ടി അതാണ് ആൾക്കാർ ഏറ്റെടുക്കാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതാണ് റിഫ്ലക്ട് ചെയ്യണേ ബേസിക്കലി യൂത്ത് മൂവ്മെന്റിലൊക്കെ. ഇത് കാണുമ്പോ ചെറുക്കുന്നു അങ്ങനെ ഒരു പുള്ളി വേറെ ചിന്താ പരിപാടി ഒന്നുമില്ല. അപ്പം തെറ്റാണെന്നു ചെയ്യുന്നു. ശരി, ഇതൊരു ഫ്രീഡം സ്ട്രഗിൾ ആണോ അപ്പൊ ബേസിക്കലി, അതോ അതൊരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റിൽ ആണ്? അങ്ങനത്തെ അതല്ല നമ്മള് സ്വന്തം പുള്ളി ലൂഫി അല്ല ഒരാള് പറ, കേൾക്കുന്നില്ല. അഭയ എന്താ പറഞ്ഞത്? ബേസിക്കലി നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ലൂഫി എന്ന് പറയുന്ന ഒരു 0 IQ പേഴ്സൺ ആണ്. ഹീറോ ബേസിക്കുള്ളത് IQ ആണ്, ഇമോഷണൽ ക്വാളിറ്റി ആണ് ബേസിക്കലി പുള്ളിയുടെ ബേസ്. ഇമോഷണൽ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ പുള്ളിയുടെ ചുറ്റുമുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവും പുള്ളിക്ക് ഉണ്ട്. അത് വേറെ കാര്യം. പുള്ളിയുടെ കൂടെയുള്ളവർക്ക് ബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധിയില്ലാത്തവരുണ്ട്, കഴിവുള്ളവർ, അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു ഗ്രൂപ്പിലായിട്ടാണ് അവര്. നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. ഞാനൊരു കാര്യം പറയണ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഇതിപ്പോ ഒരു ജേണിയാണ് ബേസിക്കലി. ഇവര് അറൌണ്ട് ദ വേൾഡ് ഇങ്ങനെ ജേണി ചെയ്യുന്നു. ആ ജേണി ചെയ്യുമ്പോൾ ഓരോ ഐലൻഡിലും ഓരോ സ്ഥലത്തും എത്തിപ്പെടുമ്പോ അവിടെ ഉള്ള പ്രോബ്ലംസ്, ഇപ്പൊ എല്ലാ ഐലൻഡിലും ഒരേ പ്രോബ്ലംസ് ആയിരിക്കില്ല. ചില സ്ഥലത്ത് ഇപ്പൊ ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഫുഡ് കിട്ടുക, അങ്ങനെ ഒരുപാട് നമ്മളിപ്പോ നമ്മുടെ അറൌണ്ട് ദ വേൾഡ് കാണുന്ന പല സ്ഥലങ്ങളിലുള്ള പല പ്രോബ്ലംസും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോബ്ലത്തിന്റെ ഇടയിലേക്ക് ലൂഫിയാണ് നമ്മുടെ ഹീറോ. ലൂഫിയും ലൂഫിയുടെ സെറ്റ് ഓഫ് ഫ്രണ്ട്സും എന്ന് പറഞ്ഞാല് ഇങ്ങനെ വന്നെത്തിപ്പെട്ട പല സിറ്റുവേഷനിലായിട്ട് വന്നെത്തിപ്പെട്ട് ഫോം ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പം ഇതൊരു പൈററ്റ് സ്റ്റോറിയാണ്. ഇവര് കപ്പലിലാണ് പോണത്. അപ്പം ഇവരിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളും, അപ്പൊ ബേസിക്കലി നാട്ടിൽ നടക്കുന്ന അനീതികളാണ് പല ഇതിലും കാണിക്കുന്നത്. പക്ഷെ നമ്മളെ നാട്ടിൽ നമുക്ക് ചിലപ്പോ അതിനെ ഒപ്പോസ് ചെയ്യാനോ അതിനെതിരെ സംസാരിക്കാനോ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പം എന്തായിരിക്കും നമ്മുടെ ഇമേജ് അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഓർ നമുക്ക് അതിന് ഇനഫ് സ്ട്രെങ്ത് ഉണ്ടോ. അപ്പൊ നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ ലൂഫിക്ക് അങ്ങനെ ഇവൻ പറഞ്ഞ മാതിരി ഇത് ചെയ്താൽ ഞാൻ വിജയിക്കോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ചിന്തിക്കാനുള്ള IQ ഇല്ല. പക്ഷെ ഇത് തെറ്റാണെന്ന് അറിയുന്നതുകൊണ്ട് ഹി ഷുഡ് ഡു ഇറ്റ്. അതാണ് യു ഷുഡ് ഡു ഇറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് എന്നുള്ളതുകൊണ്ട് ഹി വിൽ ഗോ ആൻഡ് ഡു ഇറ്റ്. ഇപ്പൊ പുള്ളിക്ക് അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പുള്ളി ഇവോൾവ് ആവും ഡ്യൂറിംഗ് ദ ഫൈറ്റോ, അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് പഠിക്കും. പുള്ളി ഇവോൾവ് ആയിട്ട് പുള്ളി ബാറ്റിൽ IQ പുള്ളിക്കുണ്ട് കേട്ടോ, നോർമൽ IQ ഇല്ലാന്ന് പറഞ്ഞല്ലോ. ബാറ്റിൽ IQ ഭയങ്കരമായിട്ടുണ്ട്. ഈ ബാറ്റിലിന്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും പഠിച്ചതാക്കാനുള്ള. അപ്പം ബേസിക്കലി ഒരു വിജയ് പോലെയാണ് പുള്ളി. തിരിച്ചടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് മേ ബി ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ഹീറോ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും.
പിന്നെ എനിക്ക് പേഴ്സണലി ഇത് കുറച്ചുകൂടെ വൺ പീസ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ്, ഒരു 5-8-10 ഫ്രണ്ട്സ് ഇങ്ങനെ ഒന്നിച്ച് ട്രാവൽ ചെയ്യാണ് ഒരു കപ്പലിൽ. അപ്പൊ ഇവര് എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ നമ്മളെ ലൈഫിൽ അത്തരം പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷെ നമ്മളെ കോളേജിലായിരുന്നപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്, നമ്മളൊരു 8-10 പേര് നമ്മൾ ഓരോ സ്ഥലത്ത് ട്രിപ്പ് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അവിടെ ഒരു പ്രോബ്ലം വരുന്നു, നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു. അതില് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഫ്രണ്ട്സ് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാല് കോൺഫിഡൻസ് ഉള്ള ഒരുത്തണ്ടാവും, ഓക്കെ അങ്ങോട്ട് പോവാം. ബാക്കിൽ ഒരുത്തണ്ടാവും, അയ്യോ അങ്ങോട്ട് പോകണം, അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ വേറെ ഒരുത്തണ്ടാവും, അയ്യോ എനിക്ക് അവിടെ ഒന്നും പോവാൻ വയ്യ. അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ടാവും. പേടിയുള്ള ഒരുത്തനും, കോഴിയായിട്ട് ഒരുത്തനും, കോൺഫിഡൻസ് ഉള്ള ഒരുത്തനും, ബുദ്ധിയുള്ള ഒരുത്തനും, ബുദ്ധി ഇല്ലാത്ത ഒരുത്തനും, എല്ലാരും കൂടെ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ടീം അല്ല നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സെറ്റ് ആവുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഏതൊരാളെ എടുത്തു നോക്കിയാലും അവർക്ക് അവരുടേതായ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവും. നമ്മൾ ഇൻഡിവിജ്വലി നമുക്ക് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബീയിങ് ഫ്രണ്ട്സ്, ബീയിങ് എ ടീം വർക്ക് ആയിട്ടാണ് നമ്മളും കാര്യങ്ങളെ തരണം ചെയ്തത്. എക്സാം ആണെങ്കിലും എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും പോകുമ്പോ വണ്ടി അന്ന് നമ്മൾ പോയിക്കൊണ്ടിരുമ്പോ വണ്ടി പഞ്ചറായി, രാവിലെ തന്നെ വണ്ടി കിട്ടിയപ്പോ തന്നെ പഞ്ചറായി, നമ്മൾ അതിനെ ഓവർകം ചെയ്തതും. അത് ബാഡ് അടിക്കാൻ ഒരുത്തനുണ്ടാവും, അയ്യോ വണ്ടി രാവിലെ പഞ്ചറായി ഇനി എന്ത് ചെയ്യും, ഇതൊക്കെ നോ പ്രോബ്ലം, നമ്മളിത് ഫിക്സ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുന്നു, അങ്ങനെ പറയാനും ഓരോരുത്തരുണ്ടാവും. അപ്പൊ അതാണ് ഈ ടീമിലെ 8 പേര് 9 പേര് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സും ഓരോ പോലെയാണ്. ഈ ഓക്കെ അവിടെ 4 പേരുണ്ട്, അപ്പൊ അവരെ ഇടിച്ച് തോൽപ്പിക്കാൻ പറ്റുമോ എന്നല്ല ലൂഫി ചിന്തിക്കുക. 4 പേരുണ്ട്, അവിടെ പോയി ഇടിച്ച് തോൽപ്പിക്കാനാണ് ലൂഫി ചിന്തിക്കുക. പറ്റുമോ ഇല്ല എന്നുള്ളതില്ല, പക്ഷെ പറ്റുമോ ഇല്ലെന്ന് ചിന്തിക്കാനും അതിന്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ചെയ്യാനും വേണ്ടിയിട്ട് ബാക്കി ആൾക്കാരുണ്ട് ടീമില്. മനസ്സിലായോ? ബാക്കി ബുദ്ധിപരമായിട്ട് ചെയ്യാനും ഇപ്പൊ അതിന്റെ നാവിഗേഷൻ ആണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേറെ വേറെ ആൾക്കാർ ടീമിലുണ്ട്. അപ്പം ആസ് എ ടീമാണ്. അപ്പൊ അതാണ് നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്നാണ് പറയണേ ബേസിക്കലി. അതാണ്. അപ്പൊ അതാണ് എനിക്ക് കൂടുതൽ ഇതായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മള് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളൊരു ജേണി പോവാണ്. ഇപ്പൊ നമ്മൾ വൺ പീസ് വേൾഡിലായിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്നത് വൺ പീസ് വേൾഡിലായിരുന്നെങ്കിൽ നമ്മളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ മാപ്പ് ചെയ്യാന്ന് വേണമെങ്കിൽ. ഇത് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യാ, ഈ നമ്മുടെ ഇന്ന ഫ്രണ്ട് ഇങ്ങനെ ആയിരിക്കും ചെയ്യാ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് എപ്പോ വൺ പീസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ഗ്യാങ്ങിൽ ആരെങ്കിലും ഉണ്ട് അതേമാതിരി ക്യാരക്ടർ ഉള്ള. പിന്നെ ആണെങ്കിൽ വൺ പീസിന്റെ സ്റ്റോറി ലൈനും ബാക്ക് സ്റ്റോറി, ഉണ്ണിക്കുട്ടൻ പറഞ്ഞ പോലെ മ്യൂസിക്, ഇതിന്റെ വിഷ്വൽ ഇതൊക്കെ പണ്ടേ ഇറങ്ങിയോണ്ട് ആ ഒരു ഇച്ചിരി ഇപ്പത്തെ ആനിമയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാല് പണ്ടത്തെ എപ്പിസോഡൊക്കെ അത്ര ടെക്നിക്കൽ വിഷ്വലൈസേഷൻ ഉള്ള ടൈപ്പ് ഓഫ് ഇതല്ല. പുള്ളി സ്റ്റാർട്ടിങ്ങിൽ ഏത് ടൈപ്പ് ഓഫ് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ പിടിച്ചോ അത് തന്നെയാണ് ഒരു 1000-800 എപ്പിസോഡ് വരെ പിടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ടാണ് കാരണം ഇവര് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ഒരു ലുക്കൊക്കെ ബിൽഡ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ഇപ്പം ടെക്നോളജി വളർന്നു എന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് ആളെ മാറ്റിയിട്ട് പണ്ട് ബെൻടെൻ ഒക്കെ മാറിയ പോലെ. ബെൻടെൻ ആദ്യം ഒറിജിനൽ സീരീസ് ഒരുപോലെ, പിന്നെ വേറെ സീരീസ് ഭയങ്കര ഭംഗിയാട്ടോ. ഫ്രെയിംസ് പഴയതാണെന്ന് പറഞ്ഞാൽ അതാ വരച്ചതിന്റെ അതിപ്പം ഏത് കാലത്തെ ആണെങ്കിലും നമുക്ക് പഴയ പടങ്ങളുടെ ഒക്കെ ഭംഗി വളരെ രസമാണ്. ചില പക്ക ഈ ചില മൊമെന്റ്സ് ഉണ്ട്, മൊമെന്റ്സിൽ അതിനെ ഇത് ഭയങ്കരമായിട്ട് ഇത് കൂട്ടും. ചില പറഞ്ഞ് ഇന്ന് ഇത് കണ്ടു തുടങ്ങേണ്ടി വരും തോന്നുന്നു എനിക്ക്. പിന്നെ കാണാം. പക്ഷെ പറയാൻ പറ്റില്ല, മൊത്തം ഇറങ്ങിയിട്ട് കണ്ടോ ഓടെ അങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ പണി എന്ത് വർത്താനാ നീ പറയണതൊക്കെ. ആൾക്കാരൊക്കെ ചിലപ്പോ തൂങ്ങി വരിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല്. പക്ഷെ ലൈഫിൽ ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു ഹാപ്പിനെസ് ആണ് കാണുന്നത്. ഒരുപാട് ഇമോഷണൽ ഇതുണ്ട് ഇതിന്. നല്ലൊരു എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ വേറെ കുറച്ച് ആനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ആണ്. ഇവർക്ക് ഇത്രയും ടൈം എടുത്ത് പുള്ളിക്ക് തിരക്കില്ല, അതാണ്. ബാക്കി എല്ലാവർക്കും ഇപ്പൊ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ആണെങ്കിലും മറ്റേ നമ്മള് ഇത് വേഗം അവസാനിപ്പിക്കാന്നൊക്കെ സീരീസ് ആയിട്ട് 5 ബുക്ക് ഇറക്കിയിട്ട് 6ാമത്തെ ബുക്ക് 10 കൊല്ലം ഇവിടെ ഇറക്കിയിട്ടില്ല. ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞ സീരീസ് ഒക്കെ ആണെങ്കിൽ ഇവര് റെസ്റ്റ് ചെയ്യും. ഇതിൽ അതേമാതിരി റെസ്റ്റ് ചെയ്യുന്നില്ല. ഓടാ
മാങ്ക ഉണ്ടാക്കിയാൽ മാത്രമേ അനിമ വരുന്നുള്ളൂ. ഇപ്പൊ ഇപ്പൊ അടുത്ത് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു 4 മാസം ബ്രേക്ക് എടുത്തു. ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. ആനിമ അവിടെ സ്റ്റോപ്പ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അതായത് ഇതാ ഞാൻ 25 വർഷമായിട്ട് വരച്ചോണ്ടിരിക്കുക. അതല്ലേ പാവം വായനക്കാരായ ജനലക്ഷങ്ങൾ സാഗർ കോട്ടപ്പുറത്തിന്റെ ചില റീൽസ് ഒക്കെ കാണും, ചില ആൾക്കാർ ഇങ്ങനെ അതിന്റെ അടിയിൽ വൺ പീസിന്റെ റീൽസിന്റെ ഒക്കെ കമന്റിൽ വേറൊരു ചേച്ചിച്ചോ, ഇതിന്റെ അകത്ത് മെയിൻ സെക്സി ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, ലേഡി വുമൺ ക്യാരക്ടർ ഉണ്ട്, നാമി എന്ന് പറഞ്ഞ. അങ്ങനെ ഈ നാമിയുടെ മറ്റേ ഇതില്ലേ ഇവരുടെ കോമിക്കോന്റെ അവിടെ ഈ നാമിയുടെ കോസ്റ്റ്യൂം ഇട്ട് വന്ന പുള്ളിക്കാരിയാണ് ഓടയുടെ ഭാര്യ. പുള്ളിയുടെ ലൈഫ് തന്നെ ഇതുമായിട്ട് ഇന്റർലിങ്ക് ആയി മൊത്തത്തില്, മാറ്റാൻ പറ്റാത്ത രീതിയിൽ തന്നെ. ചിലപ്പോ നിർത്താൻ പുള്ളിക്കും പേടി ഉണ്ടാവും കേട്ടോ. ഇത് പുള്ളി ചെറിയ വയസ്സിൽ തുടങ്ങിയതാ, 10-17 വയസ്സോ 18 വയസ്സോ. അത്ര ചെറുപ്പത്തിൽ തുടങ്ങിയാണല്ലേ? 19 ചെറിയ എന്തോ പ്രായത്തിൽ തുടങ്ങിയാന്നാ കേട്ടെ. അതിന്റെ കൂടെ പറയേണ്ട വേറൊരു കാര്യം, ഇന്നാണ് ഞാൻ വേറെ ന്യൂസ് കണ്ടത്. വൺ പീസിന്റെ വാനോകുനി ആർക്ക് ചെയ്ത ഡയറക്ടർ ഇന്നാണ് മരിച്ചു. വാനോകുനി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എന്താണ്. പല ആർക്ക് ഞാൻ പറഞ്ഞു, പല പല ഐലൻഡ്സ് വരെ പോകും. അവിടെയാണ് ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബാക്കി മാങ്കയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ എപ്പിസോഡൊക്കെ ഇറങ്ങിയിട്ട് അനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഓരോരോ ആർക്ക് പലരാണ് ഡയറക്ട് ചെയ്യുന്നതൊക്കെ. അപ്പം ഈ അവസാനമായിട്ട് ഈ മാങ്കിനെയൊക്കെ ഡയറക്ട് ചെയ്ത ആള് ഈ ഇടയ്ക്ക് മരിച്ചു. പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ ഭയങ്കര പോലെട്ടോ. ഞാൻ അതിന്റെ എനിക്ക് മനസ്സിലായില്ല, എനിക്കത് മനസ്സിലായില്ല. നീ എന്താ പറഞ്ഞെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. ഞാനൊരു ഹെഡ്സപ്പ് തരാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് ജേണി ചെയ്യുന്നല്ല പറഞ്ഞ നമ്മള്. ഇവര് ട്രാവൽ ചെയ്യുമ്പോ ഓരോ ഐലൻഡിലൊക്കെ എത്തുമ്പോ ഐലൻഡ് സ്പെസിഫിക് സ്റ്റോറിയോ ഇതിന്റെ ഒരു വേൾഡ് എങ്ങനെയാണ് ബേസിക്കലി? ഇതൊരു നമ്മളിപ്പോ ഗെയിം ഓഫ് ത്രോൺസിനകത്ത് ഒരു മാപ്പ് ഉണ്ടല്ലോ, ഒരു വെസ്റ്ററോസ് അങ്ങനെ ഇങ്ങനെ, അങ്ങനെ ഒരു മാപ്പ് പോലത്തെ ഒരു വിഷ്വലി ആയിട്ടുള്ള ഒരു സ്ഥലമാണോ? ഒരു ഗ്ലോബാണ്. ഓ മൈ ഗോഡ്, ഒരു പ്ലാനറ്റ് തന്നെയുണ്ട്. കുറച്ച് ഐലൻഡ്സും ബാക്കി ഫുൾ വാട്ടർ കവേർഡ് ആണ്. ഓക്കെ, ഇത് ബേസിക്കലി ഒരു ഫുൾ വേൾഡിൽ ഒരു റൗണ്ട് ചെയ്യുന്നൊരു ട്രിപ്പ് ഓഫ് ലാൻഡ് ഉണ്ട്. ഒരു ലാൻഡ് ബേസിക്കലി അങ്ങനെ ഒരു ലാൻഡ് കൊണ്ട് ചുറ്റും ചെറിയ ചെറിയ ഐലൻഡ്സ് ഉണ്ട്. പിന്നെ വേറൊരു ഓഷ്യന്റെ നടുക്ക് തന്നെ സെപ്പറേറ്റ് ഒരു ഓഷ്യൻ ബെൽറ്റ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിള് കുറച്ചും കൂടി എളുപ്പത്തിന് വിഷ്വലൈസ് ചെയ്യാൻ, ഇപ്പൊ നമ്മുടെ ഇക്വേറ്ററിൽ ഫുൾ ലാൻഡ് ഉണ്ട്, അപ്പുറം ഇപ്പുറം സദേണും നോർത്തേൺ ഹെമിസ്ഫിയർ വെള്ളം, അങ്ങനെയാണ്. അങ്ങനെയാണ്, രണ്ട് ഡിവൈഡാണ് ശരിക്കും. ഫുള്ള് രണ്ട് വേൾഡായിട്ട് ഡിവൈഡാണ്. ഒന്നുകൂടി ഓഷ്യൻ തന്നെ നടുക്കൊരു വേറൊരു കാം ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബെൽറ്റ് ഉണ്ട്. ബാക്കിയുള്ള ഓഷ്യനിലൊക്കെ ഫുള്ള് റഫ് ഓഷ്യൻ ആയിരിക്കും. നടുക്കുള്ള സിപ്പിൽ മാത്രമേ കുറച്ചുകൂടി കാമായിട്ടുള്ള ഓഷ്യൻ ഉണ്ട്. അങ്ങനത്തെ ഒരു കാം ബെൽറ്റ് എന്ന് പറഞ്ഞ അങ്ങനെ മൊത്തം വേൾഡിനെ 4 ആയിട്ട് തിരിച്ചു, അങ്ങനെയാണ് തിരിച്ചാകണത്. അപ്പൊ ഈ ഫുൾ വേൾഡ് മൊത്തം ജേർണി ചെയ്യാണ് അവര് ബേസിക്കലി. അതൊരു അതായത് എന്തിനാണെന്ന് വെച്ചാൽ അതാണ് വൺ പീസ്. വൺ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഷറാണ്, അത് ആദ്യം പറയുന്നുണ്ട്. അത് തേടി പോവാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ അതാണ് അതിന്റെ ഇത്. പുള്ളി അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് പുള്ളിക്ക് പൈററ്റ് കിങ് ആയി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനൊന്നും ആരും വരില്ല. ഞാൻ എനിക്ക് തോന്നിയ പോലെ എന്തും ചെയ്യാം. അങ്ങനെ അതാണ് ഇതിന്റെ ഒരു ഇത് തന്നെ. വൺ പീസ് തേടി പോകുന്നത് അത് വേണ്ടിയാണ്. ഓഹോ, പുള്ളി ഒരു മാഫിയ ബോസ് ആവാനുള്ള ഒരു ജേണിയാണ്. ഒരാളെയും ഭരിക്കണ്ട, പുള്ളിക്ക് ഒരാളെയും ഭരിക്കണ്ട, പുള്ളിക്ക് വേറെ ആളുടെ കാര്യം നോക്കാൻ വേണ്ട, പുള്ളിക്ക് ഫ്രീ ആയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് ചാലഞ്ചസ്? ഇപ്പൊ വാട്ട് ഇസ് സ്റ്റോപ്പിംഗ് ദി ആവറേജ് ഇൻഡിവിജ്വൽ ഇൻ ദാറ്റ് യൂണിവേഴ്സ്? എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ട്രഷർ എവിടെയാന്ന് അറിയില്ല? ഒന്നാമത്തെ ചാലഞ്ച് അത് പല പല ക്ലൂസ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഇപ്പം ഇവരിപ്പോ ഓരോ ഐലൻഡിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഐലൻഡിൽ നിന്ന് മീറ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും, പിന്നെ ഇതിന്റെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉണ്ട്, ഇതിന്റെ പഴയ, അതായത് ഒരുപാട് കഥകളുണ്ട്. അതായത് ഇപ്പം കുറച്ചൊരു വോയിഡ് ടൈം ഉണ്ട്, ഒരു 100 years ഓഫ് വോയിഡ് ടൈം ഉണ്ട്. ആ ടൈമിൽ എന്താ നടന്നതെന്ന് ആർക്കും അറിയില്ല. പിന്നെ ആണെങ്കിൽ ഈ പൈററ്റ്സിന് എല്ലാം എതിരായിട്ട് ഭരിക്കുന്നത് വേൾഡ് ഗവൺമെന്റ് ആണ്. ഇവരല്ലാതെ വേറെ ആൾക്കാർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഉണ്ട്.
ഉണ്ട്. ഗവൺമെന്റ് തന്നെ ഭയങ്കര പവർ, ഇതിലിപ്പം ആൾക്കാർക്ക് പവർ ഉണ്ട്. അതായത് ഇപ്പൊ ഇവർക്ക് ഡബിൾ ഫ്രൂട്ട് എന്നാണ് പറയാ. അപ്പൊ ഡബിൾ ഫ്രൂട്ട് കഴിച്ചവർക്ക് അല്ല ഒരു മിനിറ്റ്, ഞാൻ അതിന്റേതായിട്ടുള്ള ആ ഒരു ട്രാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ചും കൂടി, ഞാൻ നേരത്തെ ചോദിച്ചു ഈ വേൾഡ് എങ്ങനെയാണ് ഇതിലത്തെ ക്യാരക്ടേഴ്സും എന്താണ് ഫാക്ഷൻസ് എന്നൊക്കെ ഒന്ന് മനസ്സിലായാല നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് പോകാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വാട്ട് ഇസ് ദ പർപ്പസ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു മാഫിയ ബോസ് ആവാ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, why do you do that? So that you have more power and influence and do certain things that you are capable of. What that is does the becoming, what is the that is purpose the of? normal അതാ ഞാൻ understanding. Okay. അപ്പൊ ചോദിക്കണേ. നമ്മുടെ അപ്പൊ understanding അതുപോലെ എന്താ? പാരലൽ ആയിട്ട് ഇതിന്റെ ഉള്ളില് ഇപ്പൊ ഈ പൈററ്റ് കിങ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലോ അങ്ങനെ എന്താന്ന് വെച്ചാൽ കിട്ടി, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദാറ്റ്? അതാ, അപ്പൊ നമ്മുടെ പർപ്പസ് എന്താ? ബീങ് ദ മാഫിയ കിങ്, അല്ലെങ്കിൽ നമ്മളൊരു പൈററ്റ് കിങ് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പൈററ്റ്സും റെസ്പെക്ട് യു. ആൻഡ് ടു ബി ദ പൈററ്റ് കിങ് യു ഹാവ് ടു ബി സോ പവർഫുൾ ദാറ്റ് നീ ഗവൺമെന്റിന്റെ എതിരെ ഈക്വൽ ആയിട്ട് നിൽക്കണം. ഗവൺമെന്റ് ഈസ് ലൈക്ക് ദ ബിഗസ്റ്റ് അതോറിറ്റി. ഗവൺമെന്റിന്റെ എതിരെ നീ ഈക്വൽ ആയിട്ട് നിൽക്കണമെങ്കിൽ യു ഹാവ് ടു അത്രയും പവർ നിനക്ക് ഉണ്ടായിരിക്കണം, ഓർ യു ഹാവ് ടു ട്രാൻസ്ഫോം ഇൻ ടു ദാറ്റ് മച്ച് പവർഫുൾ. അപ്പൊ അങ്ങനത്തെ ഒരു സിനാരിയാണ്. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താ? വെൻ വി ബിക്കം ദാറ്റ് പവർഫുൾ വിൽ ബി ദ മാഫിയ ബോസ് അല്ലെങ്കിൽ കിങ് എന്നുള്ള. പക്ഷെ നമ്മുടെ ഹീറോന്റെ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റ് ആണ്. ദാറ്റ്സ് വാട്ട് മേക്സ് ഹിം ഡിഫറെന്റ്. ഹീറോന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല്, ഇപ്പം ഇതൊക്കെ സ്പോയിലർ ആണ്, പക്ഷെ ഇത് സ്റ്റോറിയിൽ ഇങ്ങനെ പറയുമ്പം ഹീറോനോട് ഇങ്ങനെ ചോദിക്കുമ്പം എവരിബഡി ഈസ് ചേസിങ് ടു ബി ദ എവരിബഡി ഈസ് ചേസിങ് വൺ പീസ് ടു ബി ദ പൈററ്റ് കിങ്. എല്ലാവർക്കും ഇപ്പൊ ഇതില് വേറെ പൈററ്റ് കിങ് ഉണ്ടോ ഓൾറെഡി? ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു എക്സിസ്റ്റിംഗ്. ഓഹോ, അനിമ തുടങ്ങുന്നത് തന്നെ ലാസ്റ്റ് പൈററ്റ് കിങ്ങിനെ കൊന്നിട്ടാണ് തുടങ്ങുന്നത്. എക്സിക്യൂട്ട് ചെയ്യും. ഇത് വൺ പീസ് അനിമ ബാഗൊക്കെ തുടങ്ങുന്നത് ഫസ്റ്റ് സീൻ തന്നെ വൺ പീസിന്റെ ഗോൾഡ് റോജർ എന്നൊക്കെ പ്രീവിയസ് പൈററ്റ് കിങ്ങിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഗവൺമെന്റ് കൊല്ലുകയാണ്. പുള്ളി മുമ്പ് പറയും, ലാസ്റ്റ് വേർഷൻ പറയുന്നത് വൺ പീസ്, എന്റെ വൺ പീസ് കടലൊരു സ്ഥലത്തുണ്ട്, പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞു ഓർഡർ ചെയ്യുന്നതാണ് പുള്ളി മരിക്കുമ്പോ. പുള്ളി പറയും വൺ പീസ് ഈസ് റിയൽ എന്ന്. പക്ഷെ അതുവരെ ഇതൊരു മിത്താണെന്നുള്ള ഒരു സങ്കല്പമായിരുന്നു. പുള്ളി അത് ഡിസ്ക്ലോസ് ചെയ്യും. പുള്ളി ഓൾറെഡി ഇത് ഐഡന്റിഫൈ ചെയ്തു, പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ലേ പുള്ളി കിങ് ആയത്. ഓക്കെ, അപ്പൊ ബേസിക്കലി അപ്പൊ ഈ വേൾഡില് രണ്ട് എക്സ്ട്രീംസ് ആണ്. ഒന്ന് പൈററ്റ് കിങ്ങും ഒരു മറ്റേ എക്സ്ട്രീമില് ഗവൺമെന്റും. ഇതാണ് എക്സ്ട്രീംസ്. ഇതിന്റെ ഇടയില് ഇങ്ങനെ ഇത് കുറെ പ്ലേയേഴ്സ് ഉണ്ട്, ഗവൺമെന്റിന്റെ കുറെ പാർട്ടീസ്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ദാറ്റ് പൈററ്റ് കിങ് പറയുന്നത് കേട്ട് എല്ലാ പൈററ്റ്സും ബിഹേവ് ചെയ്യണമെന്നൊന്നുമില്ല. ഈ ടൈറ്റിൽ വൺ പീസ് കണ്ടുപിടിച്ചോണ്ട് ഐ ആം ദ പൈററ്റ് കിങ് എന്നുള്ള രീതിയില്. പക്ഷെ പുള്ളി അപ്പൊ തന്നെ മരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൈററ്റ്സ് ആർ ഓൾ ഡിഫറെന്റ്. അതായത് ലൂഫി നമ്മുടെ ഹീറോ പൈററ്റ് ആണ്. പക്ഷെ പൈററ്റ്സ് എന്ന് പറയുമ്പോൾ നിനക്ക് ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ആൾക്കാരെ കൊള്ള ചെയ്യാം, കൊല്ലാം ഒക്കെ ചെയ്യാം. പൈററ്റ്സ് ആണല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പൈററ്റ്സ് ഉണ്ട്. ലൂഫി അത് ചെയ്യുന്നില്ല. ഇവർ ഓരോ നാട്ടിൽ പോയിട്ട് ഇവർ അവിടുത്തെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് രക്ഷിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ഹെൽപ്പാണ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പൈററ്റ്. അപ്പം ലാലേട്ടന്റെ പോലെ അവിടെ നീ പറഞ്ഞാൽ ശരിയാ. അവിടെ പോയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ആ നാട് മൊത്തം രക്ഷിക്കുന്ന സെറ്റപ്പാ. രക്ഷിച്ച് ഞാൻ ഈ നാടേ രക്ഷിച്ചു, അങ്ങനെയാണല്ലേ ആൾക്കാരൊക്കെ ഇവിടെ പുറകെ ലോകം മൊത്തം. അപ്പൊ ഇതില് ഇവരുടെ ഹീറോനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഹീറോയുടെ പേര് നമ്മൾ പറഞ്ഞില്ല ഇതുവരെയായിട്ട്. കൊറേ പറഞ്ഞു. എന്താണ്? മങ്കി ഡി ലൂഫി എന്നാണ് ഹീറോന്റെ പേര്. അപ്പൊ ഹീറോനെയും പറഞ്ഞു, നമ്മളപ്പോ ഫ്രണ്ട്സിനെയും പറയണം. ഫ്രണ്ട്സിന്റെ കുറച്ച് പേരുകള് പറയാന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. വൈസ് ക്യാപ്റ്റൻ കം സ്പോർട്സ്മാൻ ആണ്. നമ്മുടെ നാമി വരും. നാമിയാണ് ഷിപ്പിന്റെ നാവിഗേറ്റർ. ഇവന്മാര് രണ്ടുപേരും മണ്ടന്മാരാ. ഇവന്മാര് രണ്ടുപേരും കുറെ സ്ട്രെങ്ത്തും
ബാക്കിലായിക്കേ ഉള്ളൂ. പക്ഷെ ശരി തെറ്റ് ഭയങ്കര ഇതാ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ നാമിയാണ് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യുന്നതും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും. നാമി പറഞ്ഞാൽ മാത്രമേ കേൾക്കും. പക്ഷെ നാമിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നാമി അത്ര പവർഫുൾ അല്ല. അപ്പൊ നാമി സ്കേഡ് ആണ്. എന്തൊരു ഇവന്റോ അല്ലെങ്കിൽ എന്തൊരു ബാറ്റിലോ ഇതോ വരുമ്പോ നാമി എപ്പോഴും സ്കേഡ് ആണ്, പേടിച്ച് മാറി നിൽക്കുന്നതാണ്. അപ്പൊ നാമിക്ക് നാമിന്റേതായിട്ടുള്ള പവർ ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഗ്രോത്ത് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഇവരെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവര് യമണ്ടൻ സീനാ. ഇവര് മറ്റേ മലയെടുത്ത് പൊക്കുന്നൊക്കെ പറഞ്ഞ ടൈപ്പ് സീനാ. അത് കണ്ട് നാമിക്ക് തന്നെ നിങ്ങൾ മനുഷ്യന്മാരാണോ എന്ന് ചോദിച്ചു പോണ സിറ്റുവേഷൻ ആണ്. അപ്പം ബുദ്ധി ഉപയോഗിക്കാൻ നാമില്ല. അപ്പൊ ഇവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട് ബേസിക്കലി ഇവർക്കൊക്കെ എന്തോ തരം. വൺ പീസിന്റെ സാധാരണ അനിമകളിലൊക്കെ ഈ ഷോണൻ അനിമ എന്ന് പറയുന്ന അനിമകളിലൊക്കെ ഒരു പവർ സിസ്റ്റം ഉണ്ടാവും. ആക്ഷൻ അനിമയിൽ എന്തായാലും ഒരു പവർ സിസ്റ്റം ഉണ്ടാവില്ല. വൺ പീസിൽ ഒന്ന് ഡബിൾ ഫുഡ്, 2 ഹാക്കി, 2 പവർ സിസ്റ്റം ആണ് മെയിൻ ആയിട്ടുള്ളത്. പവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവർക്ക് എബിലിറ്റീസ് ആണ് പറയണേ പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ പൈററ്റ്സിന് എല്ലാവർക്കും ഉള്ള എബിലിറ്റി ആണോ ഇത്? ഫ്രൂട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് ഉണ്ട്, അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും എബിലിറ്റി കിട്ടും. ഓക്കെ ഓക്കെ. നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പവർ എബിലിറ്റീസ് കിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ, മേക്ക് സെൻസ്. പിന്നെന്താ പറഞ്ഞ ഫ്രൂട്ട് അല്ലാതെ വേറെന്തോ ആക്കി എന്ന് പറഞ്ഞിട്ട് ability ഉണ്ട്. അത് ഒന്നും കഴിക്കണ്ട, അത് നമ്മൾക്ക് സ്വയം എല്ലാവർക്കും മൊത്തം 3 ടൈപ്പ് ആക്കി ഉണ്ട്. അതിൽ എല്ലാവർക്കും 2 ടൈപ്പ് ശരിക്കും ആക്കി ഉണ്ട്. അത് ശരിക്കും നമ്മള് പ്രാക്ടീസ് ചെയ്ത് വളർത്താൻ 2 ടൈപ്പ്. അപ്പൊ റെഗുലർ ഹ്യൂമൻസ് ആരും ഇല്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പവേഴ്സ് ഉണ്ട്. അല്ലല്ല, എല്ലാവർക്കും നോർമൽ ആയിരിക്കും. അത് കഴിവ് നമ്മള് എക്സ്ട്രാ എഫേർട്ട് എടുത്താലേ 2 കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ഇവർ ഇത്രയും പ്രാക്ടീസ് കൂടാണ്. പ്രാക്ടീസ് കൊടുത്തത് പിന്നെ ഒരെണ്ണം ചിലവർക്ക് മാത്രം ബോർഡായിട്ടുള്ളവർക്ക്, ചിലവർക്ക് 1 in 1000, 1 in 100,000, 1 in a million എന്നുള്ള സ്കീം. പക്ഷെ അതും പ്രാക്ടീസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് കൂടുന്നതാണ്. എല്ലാം ഈ പ്രാക്ടീസ് അനുസരിച്ച് കൂടും. ഓക്കെ ഓക്കെ ഓക്കെ. ഹാക്കി എന്ന് വെച്ചാൽ ആർമമെന്റ് ഹാക്കി ഉണ്ട്, ഒബ്സർവേഷൻ ഹാക്കി ഉണ്ട്, കോൺഗ്രസ് ഹാക്കി ഉണ്ട്. ഇതിൽ ആർമമെന്റും ഒബ്സർവേഷനും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. പക്ഷെ അത് എഫേർട്ട് എടുത്ത് കഴിവുണ്ടെങ്കിൽ ആൾക്കാര് അത് സ്കില്ല് വർദ്ധിപ്പിച്ചെടുക്കണം, എന്താ ഒരു സംഭവമാണ്. അപ്പൊ ഈ പവർ കിട്ടിയതിന്റെ മാക്സിമം എത്തിയോ? എങ്ങനെയാണ് ഈ ഹാക്കി ആണോ അപ്ഗ്രേഡബിൾ? മറ്റേ ഫ്രൂട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റോ? 2 ഫ്രൂട്ട് 3 ഫ്രൂട്ടൊക്കെ തിന്നാൻ പറ്റോ? അത് 2 ഫ്രൂട്ട് കഴിക്കാൻ പറ്റും ഒരാൾക്ക് മാത്രം. അതിന് അധികം അങ്ങോട്ട് പറയുന്നത് നമ്മൾ പോകണ്ടത്. അത് മിസ്റ്ററി ഇത് ഇപ്പോഴും അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു റയർ ആയിട്ടുള്ള ഐറ്റം ആണ് ഫ്രൂട്ട് ബേസിക്കലി. അപ്പൊ അതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഡബിൾ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാല് സ്വിം ചെയ്യാൻ പറ്റില്ല കടൽ വെള്ളത്തില്. അപ്പൊ ഇവരൊക്കെ പൈററ്റ്സ് ആണ്. അപ്പൊ ഇവർക്ക് അതൊരു ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഒരു ഹാൻഡിക്യാപ്പ് ആണ് ബേസിക്കലി. അതാണ്. അപ്പം ഇവർ ഓൾറെഡി എപ്പോഴും കടലിൽ ജീവിക്കുന്ന ആൾക്കാരായോണ്ട് പൈററ്റ്സ് അല്ലേ, കപ്പലിൽ പോണാണ്. ഇപ്പൊ ഡബിൾ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ, ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ടെങ്കിൽ ഇവർക്ക് എപ്പം വേണേലും അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഒക്കെ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് സീ പ്രിസം സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഈ കടലിലെ വെള്ളത്തിന്റെ ആണല്ലോ ഇവർക്ക് പവർലെസ് ആയി പോകുന്നത്. അപ്പം ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവര് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇവര് മുങ്ങിച്ചാവും. അപ്പൊ അനങ്ങാൻ പറ്റാതെ. അപ്പൊ അത് ഇവര് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലാണോ അത്? അല്ല, പ്രിസണേഴ്സിനൊക്കെ പിടിക്കുമ്പോ അവരുടെ പവർ പുറത്തു വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവര് ഹാൻഡ് കഫ് പോലെ സീയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സ്റ്റോൺ ആണ്. അപ്പം അപ്പൊ ഈ സീയുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇവരൊരു ഹാൻഡ് പ്രിസം ഒരു സീ പ്രിസം സ്റ്റോൺ ഉണ്ടാക്കിട്ട് അത് വെച്ചിട്ട് ഹാൻഡ് കഫ് ഇടും. അത് ക്യാരക്ടേഴ്സിനെ പറഞ്ഞില്ലല്ലോ. മെയിൻ അടുത്തിട്ട് നമ്മുടെ മെയിൻ ആള് ഇതിലോട്ട് അധികം നമ്മൾ പോകണ്ടല്ലോ, കാരണം അത് കണ്ട് ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് മനസ്സിലാക്കി അല്ല, നമ്മളെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് ലൂഫിക്ക് ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. പക്ഷെ സോറോയ്ക്ക് ഡബിൾ ഫ്രൂട്ട് പവർ അല്ല. സോറോ വളർത്തിയെടുത്തത്, സോറോ സ്വാർട്സ്മാൻ ആണ്. അപ്പം സോറോന്റെ സ്കില്ലാണ് സോറോന്റെ പവർ. സോറോ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മെയിൻ പവർഫുൾ സീനാണ്. അപ്പൊ അത് ഡബിൾ ഫ്രൂട്ട് പവർ വേണമെന്നില്ല.
പവർ ഉണ്ടാവാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഈ വേൾഡിൽ പവർഫുൾ ആവണമെന്ന് വെച്ചാൽ ഡെവിൾ ഫ്രൂട്ട് ഇമ്പോർട്ടന്റ് അല്ല, ഈക്വലന്റ് ആയിട്ടും ഡെവലപ്പ് ചെയ്യാന്ന്. എന്താ അഭിജിത്ത് എന്താ പറഞ്ഞ കേട്ടില്ല? ടെക് ഉപയോഗിച്ച് പവർഫുൾ ആയ ആൾക്കാരും ഉണ്ട്. ഓ അങ്ങനത്തെ ഉണ്ട്. ഇപ്പൊ മൂന്നാമത് വരുന്നതിന് സാഞ്ചി വരുന്നുണ്ട്, 4ാമത്തെ ആള്. സാഞ്ചി കുക്കാണ്, സോറോടെ ലെവൽ പവറുള്ള ആളാണ്, മെയിൻ ആളാണ് നമ്മുടെ. സാഞ്ചിയിലും സൂപ്പർ ടെക് ഉണ്ട്. സാഞ്ചി ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത സീനായതാണ്. അതുകൂടെ വന്നപ്പോ പുള്ളി എക്സ്ട്രാ ആവും, മറ്റേ അങ്ങനത്തെ ഇതാണ്. പക്ഷെ ആ പുള്ളിക്ക് പ്രത്യേകത, പുള്ളി കൈ വെച്ച് ഫൈറ്റ് ചെയ്യില്ല, കാല് വെച്ച് മാത്രം. ഓ ബ്ലാക്ക് മുയത്തായിന്റെ ആളാണ് പുള്ളി. എന്തായാലും ബ്ലാക്ക് പുള്ളി ഷെഫാണ്, പുള്ളിയുടെ കൈ കുക്കിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അങ്ങനത്തെ പരിപാടി. പിന്നെ നമ്മുടെ മെയിൻ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഉസോപ്പ്. ഉസോപ്പാണ് ഷിപ്പ് കുഴപ്പിക്കുന്നത്. ഉസോപ്പാണ് ഷിപ്പിലെ സ്നൈപ്പർ. ബേസിക്കലി പുള്ളിയുടെ അച്ഛനും സ്നൈപ്പറാണ്. ഒരാളെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അതായത് മങ്കി, നമ്മുടെ ലൂഫി മെയിൻ ക്യാരക്ടർ പൈററ്റ് ആവാൻ എന്തുകൊണ്ടാണ് പൈററ്റ് ആയത് നമ്മൾ പറഞ്ഞില്ല. ബേസിക്കലി വേറൊരു പവർഫുൾ പൈററ്റ് ഉണ്ട്, ഷാങ്സ് എന്നുണ്ട്. അതായത് നമ്മുടെ ഗോൾഡി റോജർ റിവേഴ്സ് പൈററ്റ് കിങ്ങിന്റെ ഷിപ്പിൽ ചെറുപ്പം മുതലേ വളർന്നു വന്ന ഒരാളാണ് ഷാങ്സ്. ഷാങ്സും ഇപ്പൊ പൈററ്റ് ആണ്. പുള്ളി ലൂഫിയുടെ ചെറുപ്പത്തില് ലൂഫിയുടെ വില്ലേജിൽ ചെന്ന്, ഇപ്പൊ ലൂഫി ഈ ഷാങ്സിന്റെ അവരുടെ ക്രൂവിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പൈററ്റ് ആയിട്ട് പുറത്ത് പോകുന്നത്. പവർഫുൾ ക്യാരക്ടറാണ് വിതൗട്ട് ഡബിൾ ഫ്രൂട്ട് പവർ. ഷാങ്സിന്റെ ക്രൂവിനും ഒരാൾക്കും ഡബിൾ ഫ്രൂട്ടേ ഇല്ല. ഷാങ്സിനാണ് സീരീസിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കോൺഗ്രസ് ആക്കിയുള്ള ബെസ്റ്റ് ആക്കിയുള്ള ഒരു ആള് ഷാങ്സ്. ആള് ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിട്ടുണ്ട്. പുള്ളിയാണ് നമ്മുടെ വൺ പീസ് വേൾഡില് പൈററ്റ്സിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു യോങ്കോ സിസ്റ്റം എന്ന് പറയും. അതായത് 4 എംപറേഴ്സിനായിട്ടാണ്, അവരാണ് പൈററ്റ് വേൾഡിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. 4 ബിഗ്ഗസ്റ്റ് പൈററ്റ്സ്. അവർ രണ്ടില് വേറെ വേറെ പൈററ്റ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ ടീമുണ്ട്. ഇത് പൈററ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നിലവിൽ പൈററ്റിംഗ് ഇല്ല. ഗോൾഡ് റോജർ കളിച്ച പിന്നെ ഒരു പൈററ്റിംഗ് ആയിട്ടില്ല. ഇപ്പൊ പൈററ്റ് വേൾഡിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 4 പേരാണ് യോങ്കോസ് എന്ന് പറയാം. അതിങ്ങനെ ഓരോരുത്തർക്ക് മാറി മാറി വരും. അതിലൊരാളാണ് ഈ പുള്ളി. താങ്ക്സ്. അപ്പൊ ഈ പുള്ളി ഈ ഇവന്റെ വില്ലേജിൽ പണ്ട് വന്നതിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് പുള്ളി ഇറങ്ങി പുറപ്പെടുന്നത്. ഇടക്കിടക്ക് വരും ഇവര്, കമ്പനിയാ ഒന്നിച്ച് ഒരു ബാറില്, ഷാങ്സ് അടിക്കുന്ന ബാറില് ലൂഫിയൊക്കെ പോയി ഇരുന്ന് ഇവര് സംസാരിക്കുന്നതും നല്ലൊരു ബന്ധമുണ്ട് ഇവര് തമ്മില്. ഇവര് ഫ്രീ ആയി ജീവിക്കുന്നു, ഇവർക്ക് തോന്നിയ പോലെ ഇവര് ജീവിക്കുന്നു, സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പൊ ലൂഫിയുടെ വില്ലേജിലുള്ളവർക്കൊന്നും ഫ്രീഡം ഇല്ല. ലൂഫിയുടെ കുറെ ബാക്ക് നമ്മളധികം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥയിലോട്ട് കുറെ എത്തും. അതൊക്കെ ഞാൻ പറഞ്ഞു, എല്ലാ ആൾക്കാർക്കും ഓരോ ഇതിനും വ്യക്തമായ റീസൺ ഉണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ വേൾഡിൽ ആർക്കും ഫ്രീഡം ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് there is a lot of people with power, lot of people pirates ആണ്, സൈക്കോ ആൾക്കാരുണ്ട്, കൊല്ലുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നോർമൽ ആൾക്കാരെന്ന് പറഞ്ഞവർക്ക് ഒരു ഫ്രീഡം ഇല്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. ഇങ്ങനത്തെ കുറച്ച് ഇപ്പം ഗവൺമെന്റും ഇല്ല. ഗവൺമെന്റ് അല്ല, പൈററ്റ്സിലും നല്ലവരുണ്ട് ചീത്തവരുണ്ട്, പൈററ്റ്സിലും നല്ലവരുണ്ട് ചീത്തവരുണ്ട്. ഗവൺമെന്റിലും ഉണ്ട്. ലോകത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. നല്ലവരും ചീത്തവരായിട്ടുള്ളവരെ തന്നെയാണ് ഗവൺമെന്റിനും ആർമിയിലും എല്ലായിടത്തും ഉള്ളത്. പക്ഷെ മാഫിയക്കാര് നല്ലവരൊന്നും ഞാൻ കണ്ടില്ല. നമുക്കറിയില്ല. നമുക്ക് അതാണ് കഥ. നല്ലവനായ ഡോൺ അങ്ങനെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നല്ലവനായ ഡോൺ ഒരു അഡ്വഞ്ചറിന് പോകുന്നത്. സ്റ്റോറി ഉണ്ടല്ലോ, യാക്കൂസ ഇല്ലേ, ജാപ്പനീസ് യാക്കൂസ. അവര് മറ്റേ ആറ്റംബോംബ് കേട്ട് അവരാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് വന്നത്. യാക്കൂസയാണ് വന്നത്. അതിപ്പോ നമ്മള് മെക്സിക്കോയിലൊക്കെ കാർട്ടൽസ് ആണ് ആദ്യം മാസ്ക് എല്ലാവർക്കും എത്തിച്ചതൊക്കെ കാർട്ടൽസ് ആണ്. അത് ഞാൻ പല വീടുകളിലും പാബ്ലോ എസ്കോബാറിന്റെ ഫോട്ടോ മറ്റേ ബാക്കില് വളയൊക്കെ ആയിട്ട് ദൈവമായിട്ട് ആരാധിക്കുന്നു പല സ്ഥലത്തും. സാന്താ മുവാർട്ടയുടെ സാറ്റു ഒക്കെ ഉണ്ട് തീരുമാനിക്കുന്നത്. അപ്പൊ അതാണ് ബേസിക്കലി ദ വേൾഡ് ഓഫ് വൺ പീസ്. അതെ. ഈ ഡോൺസ് ഇവരൊന്നും എപ്പോഴും നോട്ട് അഗൈൻസ്റ്റ് ദ പീപ്പിൾ, ദേ ആർ സംടൈംസ് അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ്സ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. അതുകൊണ്ടാണ് സാധാരണക്കാരെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്.
ഇപ്പൊ ലൂഫി ഒരു പൊട്ട ക്യാരക്ടറാന്ന് വെച്ചാൽ ആൾക്കാർ അവരുടെ കൂടെ ജോയിൻ ചെയ്യില്ലല്ലോ. അതെ അതെ. ഇതുപോലെ തന്നെ വേറൊരു ടീം കൂടി ഉണ്ട്. ഈ വേൾഡ് ഗവൺമെന്റും പൈററ്റ്സും അല്ലാണ്ട് വേറൊരു ടീം ഉള്ളതാണ് റെവല്യൂഷണറി ആർമി. ഓ അങ്ങനെ ഒരു എല്ലാം ഉണ്ടല്ലോ ലോകമല്ലേ. അവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. അവരാണ് സ്വാതന്ത്ര്യ സേനാനികൾ. ഇതില് എതിർക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാനും. അപ്പൊ ഒരു കോംപ്ലക്സ് ആൻഡ് എന്താ പറയാ മൾട്ടി ഫേസ്ഡ് ലോകാണ് ഈ ബേസിക്കലി വൺ പീസിന്റെ വേൾഡ് എന്ന് പറഞ്ഞാല്. പിന്നെ പല ടൈപ്പ് ക്യാരക്ടേഴ്സും ഇതിനൊക്കെ കുറെ ഡെപ്ത് ഉണ്ട്, പല ലൊക്കേഷനുകളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, പല പല ലൊക്കേഷനുകളും. അതെ, പല ലൊക്കേഷനുകളും. റൈറ്റ്. അപ്പൊ ഇതില് ബേസിക്കലി എന്താണ് വൺ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ആ ട്രഷറിനെയാണ്. സിനിമ ഈ ആനിമെ മാങ്കയുടെ ടൈറ്റിൽ ഇറ്റ്സെൽഫ് ഇസ് ദ ജേർണി ടു ഫൈൻഡ് ദാറ്റ്. അത് 10-25 വർഷമായിട്ട് ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചില്ല. മാത്രല്ല അങ്ങോട്ട് ഒരു ക്ലൂ പോലും മറ്റേ ചെറുതായിട്ട് എത്തുന്ന പോലും ഒരു 70% പോലും ആയിട്ടില്ല. അപ്പൊ ഇത്ര 10,200 എപ്പിസോഡിന്റെ ഉള്ളില് നമ്മള് നമ്മുടെ സ്റ്റോറിയുടെ സ്കെയിൽ ഇറ്റ് സെൽഫ് ഇസ് മച്ച് ബിഗർ ദാൻ വാട്ട് ഇസ് ഔട്ട്സൈഡ്. ഇപ്പൊ പുറത്തിപ്പോ വന്നതിൽ തന്നെ ലിമിറ്റഡ് ഭാഗമുള്ളൂ ഫുൾ സ്റ്റോറിയുടെ. ഓ മൈ ഗോഡ്. ഓക്കെ 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 ഓക്കെ. അമ്പോ, അപ്പൊ ആരും ലേറ്റ് ആയിട്ടില്ല, പാർട്ടി തുടങ്ങിയുള്ളൂ. ഇപ്പൊ പീക്ക് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ സാധനങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ജസ്റ്റ് ഇന്റർവെല് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് ആയുള്ളൂ സിനിമയുടെ. ഒരു ഫസ്റ്റ് 500 എപ്പിസോഡൊക്കെ തന്നെ ഇവര് ടീം ഫോം ചെയ്യുന്നു. അപ്പം ഇവരെല്ലാരും ഒത്തുചേർന്ന് ഫോം ചെയ്യുന്നുണ്ട്. അതില് വന്നു ചേരുന്നവരൊന്നും അങ്ങനെ മറ്റേ പള്ളിയിൽ നിന്ന് വന്നവരോ അങ്ങനെ വന്നവരൊന്നല്ലല്ലോ. ഇവർക്ക് ഇവരുടേതായ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്, ഇവരുടെ പല പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഇവർക്ക് ആ ഫ്രീഡത്തിന് വേണ്ടി ഇവര് ടീമിൽ എത്തിപ്പെടുന്നതാണ് ലൂഫിയുടെ. അപ്പം ഇവർക്ക് ആ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ ബാക്കിൽ നിന്നും പുൾ ചെയ്യുന്ന കുറെ ഫോഴ്സസ് ഉണ്ടാവും. ഗവൺമെന്റ് ആണെങ്കിലും ഇവരുടെ വേറെ മേ ബി സം കൈൻഡ് ഓഫ് ഹയർ പൈററ്റ്സ് മൈറ്റ് ബി കൺട്രോളിങ് ദം. അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ആദ്യം ആദ്യം ലൂഫിക്ക് അത് സോൾവ് ചെയ്യണം. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് സോൾവ്. എല്ലാവർക്കും ബാക്ക് സ്റ്റോറി ഉണ്ട്, എല്ലാ ആൾക്കാർക്കും ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പൊ ആ ബാക്ക് സ്റ്റോറിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം സോർട്ട് ചെയ്താലാണ് ഇവർ കംപ്ലീറ്റ്ലി ടീമിൽ ഫ്രീ ആവുന്നത്. അപ്പം അതൊക്കെ കൂടെ ഹാപ്പൻ ചെയ്യുന്നതാണ് ഒരു ഫസ്റ്റ് 500 to 600 എപ്പിസോഡാണ്, അല്ലെങ്കിൽ 300-400 എപ്പിസോഡാണ്. അപ്പൊ അതിൽ തന്നെ ഈ ഓരോരുത്തരെ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ടീമിലുള്ളവരെ ഫ്രീ ആക്കുന്നതിന്റെ ഇടയിൽ തന്നെ they had to go against ഗവൺമെന്റ്. അല്ലാതെ ലൂഫിക്ക് ഗവൺമെന്റിനെതിരെ പോകണം എന്നുള്ളതിന് വേണ്ടി അല്ലെ വൺ പീസ്. പുള്ളിയുടെ ആഗ്രഹം വൺ പീസിന് വേണ്ടി പുള്ളി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ ഡേ 1 തൊട്ടേ പുള്ളി അതിനു വേണ്ടിയല്ല. അതിന്റെ ഇടയിൽ നടക്കുന്ന കുറെ സാധനങ്ങൾ, ടീമിൽ കുറെ പേര് വന്നപ്പോൾ അങ്ങനെ ഇൻഫർമേഷനോ കിട്ടി, എല്ലാം കണക്റ്റഡ് ആണ്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ടീമിലുള്ള ഒരാളെ ഗവൺമെന്റ് ഒരുപാട് അവരെ കൊല്ലാനോ മീൻസ് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം അവരെ ഹെൽപ്പ് ചെയ്യാനോ അവരെ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇവരുടെ ടീം തന്നെ ഗവൺമെന്റിനെതിരെ ഇത് പ്രഖ്യാപിക്കുന്നത് പബ്ലിക്ലി. അവിടെ നിന്ന് അങ്ങോട്ടാണ് ലൂഫി നോട്ടീസബിൾ ആവുന്നത് ടു ദ ഹോൾ വേൾഡ്. അതുവരെ ലൂഫി ഒരു പയ്യനാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൂഫി 17ാമത്തെ വയസ്സിന് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ ആകെ 19-20 വയസ്സായിട്ടുള്ളൂ. 2 വർഷം ലൂഫിക്ക് ആയിട്ടുള്ളൂ. ഇവിടെയാണ് 25 വർഷമായത്. 17ാം വയസ്സിൽ ഒരു ചെറിയ വള്ളത്തില് കടലിലേക്ക് ഇറങ്ങിയ മനുഷ്യനാണ് ലൂഫി. ഇപ്പൊ കപ്പലൊക്കെ ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് കപ്പൽ. കാണുന്നുണ്ടോ ഫസ്റ്റ് കപ്പൽ? ജിജോ, നീ ആണെങ്കില് നിനക്ക് ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ടെങ്കിൽ നിനക്ക് നീന്താൻ പറ്റൂല. നിനക്കൊരു കപ്പൽ ഇങ്ങനെ തുഴയാൻ പോലും അറിഞ്ഞൂടാ, ഫുഡ് പോലും ഇല്ല. നീ ഒരു കപ്പലിൽ ഇറങ്ങി അങ്ങ് പോകും. നമ്മള് ഞാൻ ആ ഡബിൾ ഫ്രൂട്ട് കഴിച്ച് കരയിൽ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യും. കാരണം ലോകത്തിന് ചുറ്റും എന്തായാലും വേൾഡ് പോകണ്ടല്ലോ, ലാൻഡ് വേൾഡിന് ചുറ്റും ഉണ്ടല്ലോ. ഇല്ല, അതെല്ലാം അക്സെപ്റ്റബിൾ അല്ല. ആ ലാൻഡിൽ പ്രശ്നമുണ്ട്. അവിടെ ആ ലാൻഡിന്റെ മുകളിലാണ് വേൾഡ് ഗവൺമെന്റിന്റെ വേൾഡ് നോബിൾസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഏറ്റവും കൃത്യന്മാര് അവരാണ് അതിന്റെ മുകളിൽ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഫ്രൂട്ട് കഴിച്ചല്ലോ, അപ്പൊ എനിക്ക് അത്യാവശ്യം പവർഫുൾ ആണല്ലോ. അപ്പൊ ജനറലി ഇപ്പൊ ഈ കടല് കുറച്ചുകൂടി ഫ്രീ ആണോ കരേനെ വെച്ച് നോക്കുമ്പോ? കരേനെ വെച്ചിട്ട് നോക്കുമ്പോ പല പല കരകളുണ്ടല്ലോ, പല രാജ്യങ്ങളും നല്ല രാജ്യങ്ങളും ഉണ്ട് കേട്ടോ.
പല രാജ്യത്തും ഉം. അവരുടേതായ നീ ഒരു കരയിൽ ചില്ലിയാണെങ്കിൽ തന്നെ ഏതോ സൈക്കോ പൈററ്റ് വന്നിട്ട് മേ ബി നിന്റെ വീടൊക്കെ അടിച്ചിട്ടിട്ട് ലൂട്ട് ചെയ്ത് കൊണ്ടുപോവാം. നീ കപ്പലിൽ ഓ പോവാണെങ്കിൽ തന്നെ ഏതെങ്കിലും, അതായത് there is always someone powerful than ഒരു you. അപ്പം അൺസർട്ടനിറ്റി ആണ് എപ്പോഴും. അപ്പൊ യു ഹാവ് ടു ബി ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് അല്ലെങ്കിൽ അത്രയും ബ്രെയിൻ നീ യൂസ് ചെയ്യണം ടു സർവൈവ്. അതാണ് ലൂഫിയുടെ ഒരു ഇത്. അതായത് ഇവര് പവർഫുൾ അല്ല, ഇവർ ഓരോ സ്ഥലം പോയി ഓരോരോ ഒബ്സ്റ്റക്കിൾസ് താണ്ടുമ്പോൾ ദേ ആർ ബിക്കമിങ് മോർ പവർഫുൾ. അപ്പൊ മോർ പവർഫുൾ എനിമീസിന്റെ അടുത്ത് എത്തുമ്പോ ദേ നോ വാട്ട് ടു ഡു. ലൂഫി അങ്ങനെയാണ് ആ സാധാരണ ഗ്രോത്ത് ട്രാജക്ടറി. എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കഴിഞ്ഞ് വീണ്ടും ലോവസ്റ്റ് പോയിട്ടാണ് വീണ്ടും മുകളിലേക്ക് വരുന്നത്. ഓക്കെ. ഏറ്റവും മുകളിലേക്കല്ല, ഗ്രാഫ് മുകളിലേക്കല്ല, ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അഭിജിത്ത് എന്താ പറഞ്ഞ? ലൂഫി സാധാരണ ആളല്ല. ലൂഫി അതുകൊണ്ടല്ലേ മെയിൻ ക്യാരക്ടർ ആവുന്നത്. ലൂഫിക്ക് അങ്ങനെ ചുമ്മാ ഇരിക്കാൻ കഴിയില്ല. പുള്ളി എല്ലാത്തിനും കയറി വരികയും ചെയ്യും. അതുകൊണ്ടാണല്ലോ പുള്ളിനെ വെച്ച് വൺ പീസ് ചെയ്തത്. ആ ഒരു വില്ലുണ്ട്. സൂപ്പർ ഫാൻ ഹീറോ ആയതുകൊണ്ട് ചാവുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആ പൊസിഷനിൽ വെച്ച് എപ്പോഴോ തട്ടിപ്പോയെന്ന് എപ്പോഴോ. അത് എനിക്ക് തോന്നുന്നു പല ഇങ്ങനത്തെ സക്സസ്ഫുൾ ആൾക്കാരെ കഥ കൂട്ടിയോജിപ്പിച്ച് ലൂഫിന്റെ മേത്തേക്ക് പ്രൊജക്ട് ചെയ്തു. അപ്പൊ പല ലൈഫ് ടൈമിലുള്ള സ്റ്റോറി ലൂഫിക്ക് കൊടുത്ത് ലൂഫിനെ ഒരു വലിയൊരു ഇമ്മോർട്ടലാക്കി മാറ്റിയെടുത്ത് രണ്ട് വർഷമായിട്ടുള്ള അപ്പോഴേക്കും പുള്ളിയുടെ ലൈഫ് ടൈമില്. പക്ഷെ ബേസിക്കലി നമ്മളിപ്പോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മളിവിടെ തന്നെ കാണുന്നില്ലേ. നമ്മളെ ഗവൺമെന്റ് തന്നെ ഇപ്പം ആണെങ്കിലും കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ റോഡൊക്കെ എടുത്ത് നോക്കിയാൽ മോശമാണ്. നമ്മള് എല്ലാ മാസവും ടാക്സ് അടയ്ക്കുന്നുണ്ട്, സാലറി ടാക്സ് കട്ട് ചെയ്തിട്ടാണ് കിട്ടണത്. നല്ല വിഷമമില്ലേ നമുക്ക്, ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് കിട്ടണം. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വണ്ടി ഓടിക്കാൻ നേരം കുഴിയിൽ ചാടിക്കൊണ്ടിരിക്കുക, നല്ല ദേഷ്യം വരില്ലേ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരോട് പറയാനായി ഇറങ്ങണമെന്നാണോ പറയണേ റോഷൻ? അങ്ങനെ ഇറങ്ങുന്നതാണ് സംഭവിക്കുന്നത്. ഇത് ഇതുപോലെ തുറന്നു അതിന്റെ റിയലിസ്റ്റിക് വേർഷൻ ആണ് ഇപ്പം ഇന്തോനേഷ്യയിലും ഇവിടെയൊക്കെ നടക്കുന്നത്. പീപ്പിൾ നോ മോർ ടേക്ക് ദിസ് ഷിറ്റ്. അതായത് കുറെ കാലം പറ്റൂല, മതിയായി, ആൾക്കാർക്ക് മതിയായി. ഇനി മതിയായി. പോരാത്തതിന് ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കാതെ ആൾക്കാർ കയ്യിലേക്ക് എന്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാൻ നോക്കാണ്. അതാണ് ബേസിക്കലി നടക്കുന്നത്. ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇതിൽ കൊടുക്കുന്ന ഒരു ഇതും അതാണ്, അനീതിക്കെതിരെ. അതായത് വി ഹാവ് ടു ടേക്ക് അവർ സ്റ്റാൻഡ് എന്നുള്ള രീതി. ഇത് മേ ബി ഇനി ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞാൽ വൺ പീസ് ഒരു റെവല്യൂഷൻ ആയിട്ട് മാറാനുള്ള നല്ല ചാൻസസ് വരെ ഫ്യൂച്ചറിൽ. ഞാൻ കണ്ട വേറൊരു അനിമെ, വൺ പീസിന്റെ അത്രയും തന്നെ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള വേറൊരു അനിമെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചെറിയ എപ്പിസോഡേ ഉള്ളൂ. അത് ജിജോ എന്നെ പിടിച്ചിരുന്ന് കാണിച്ച ഒരു സാധനമാണ്, ഡെത്ത് നോട്ട്. അത് ഇതുപോലെ തന്നെ സ്റ്റോറി ലൈൻ അടിപൊളിയാണ്. അതെ, നമ്മൾ അതിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്നത്. കാരണം നമ്മൾ വൺ പീസിനെ കുറിച്ച്, വൺ പീസ് എന്ന് പറഞ്ഞാൽ ഒരു ആനിമേ ഉള്ളൂ. നമ്മൾ ആദ്യമേ പറഞ്ഞു തൗസൻഡ്സ് ഓഫ് ആനിമേ ഉണ്ട് വൺ പീസ് കൂടാതെ. വൺ പീസ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഫോം ഓഫ് മീഡിയ, അതായത് ഈ ആനിമയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. ദി എക്സ്ട്രീം ലെവൽസ് വാട്ട് യു ക്യാൻ അച്ചീവ് വിത്ത്. അതും ഇവര് ആൾക്കാർ വരച്ചുണ്ടാക്കണതും വരച്ചുണ്ടാക്കുന്ന ആനിമേറ്റ് ചെയ്യണതാണ്. ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു അനിമയാണ് ഈ ഡെത്ത് നോട്ട്. ഒന്ന് തുടങ്ങാൻ പറ്റിയ ചെറിയൊരു അനിമയാണ്. കാണാത്തവർക്ക് കാണാൻ പറ്റിയൊരു സാധനമാണ്. അതായത് ഡെഫിനറ്റ്ലി നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ ആനിമയിൽ തന്നെ ഏറ്റവും ടോപ്പ് 3 ആനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാറൂട്ടോ എല്ലാരും പറയായിരിക്കും. വൺ പീസ് ഡെഫിനറ്റ്ലി. പിന്നെ എനിക്ക് തോന്നുന്നു അറ്റാക്ക് ഓൺ ടൈറ്റൻ ഒരു ഹെവി വെയിറ്റ് തന്നെയാണ് ഇതിന്റെ ഉള്ളില്. ഒറിജിനൽ ബിഗ് 3 എന്ന് പറയുന്നത് വൺ പീസ്, നറൂട്ടോ, ബ്ലീച്ച് എന്ന് പറഞ്ഞ അനിമയാണ്. പിന്നെ ഇപ്പൊ ബിഗ് 3 എന്ന് പറയുന്ന വേറെ അനിമ കാറ്റഗറി ഉണ്ട്. അതിലാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ, റീസീറോ അതൊന്നല്ല അല്ലേ, മൈ ഹീറോ അക്കാഡമി, ഡീമൺ സ്ലെയർ. ഡീമൺ സ്ലെയറിന്റെ സിനിമ ഇവിടെ ഈ അടുത്ത് ഇറങ്ങിയില്ല. ഡെത്ത് നോട്ട് ഇസ് ലൈക്ക് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ മനസ്സിലാക്കിയത് ആനിമേനെ അണ്ടർ 50 എപ്പിസോഡുള്ള ആനിമെ ഒരു കാറ്റഗറിയാണ്. പിന്നെ ഓവർ ഒരു 200 എപ്പിസോഡ്സ് ഉള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കാറ്റഗറിയാണ്.
200 എപ്പിസോഡ് വരെ ഒരു ടൈപ്പ് കാറ്റഗറിയിൽ തന്നെ പെടുത്താൻ തോന്നുന്നു. കാരണം 200 എപ്പിസോഡിന്റെ മുകളിൽ പോയി കഴിഞ്ഞാല് ആൾക്കാർക്ക് നമ്മളൊരു ബയാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി നേരത്തെ. അതായത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ, ഐ ഹാവ് ടു സേ ഇറ്റ്സ് ഗുഡ് അങ്ങനെ പറയേണ്ട ഒരു കുറെ അനിമേസ് ഉണ്ട്, കുറെ എപ്പിസോഡ് ഉള്ളത്. പക്ഷെ ഈ അണ്ടർ 50 എപ്പിസോഡ്സ് ഉള്ള കുറെ അധികം ആനിമ ഉണ്ട്. ലൈക്ക് നമ്മള് സൈക്കോളജി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള അനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഡെത്ത് നോട്ട്, അഭിജിത്ത് പറഞ്ഞ മാതിരി, പിന്നെ സൈക്കോ പാസ് എന്ന് പറഞ്ഞ അനിമ, മോൺസ്റ്റർ ഉണ്ട്, അത് 150 എപ്പിസോഡിന്റെ അടുത്തുള്ള, അതൊക്കെ എക്സെപ്ഷണൽ ആനിമയാണ്. പിന്നെ ഇറേസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമയുണ്ട്. പിന്നെ ഈ ഒരു മീഡിയ ആയതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാരും പല രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യും. ഇപ്പൊ നമ്മൾ വൺ പീസ് ഇതിന്റെ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. അത് ഒരു അഡ്വഞ്ചർ ഷോണൻ ആനിമയാണ് ബേസിക്കലി. ഇതിൽ പല കാറ്റഗറി. ഷോണൻ എന്ന് പറഞ്ഞാൽ ടീനേജർ ആൺകുട്ടികൾക്കുള്ളത്, പിന്നെ ഷോജോ എന്ന് പറഞ്ഞാല് പെൺകുട്ടികളുടെ ഇത്, സേനൻ എന്ന് പറഞ്ഞാൽ അഡൾട്ട്സിനുള്ള ആനിമെ ബേസിക്കലി, അങ്ങനെയല്ലേ? അതെന്തോ ഇതിന്റെ ഇടയിൽ പറയണ്ടായി, ഞാനത് പറഞ്ഞോണ്ടിരിക്കണ ഫ്ലോയില് പോയതാണ്. നമ്മള് അനിമേഷനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ OG അനിമയുണ്ട് ഡ്രാഗൺ ബോൾ. എല്ലാവരും ഡ്രാഗൺ ബോൾ പോക്കിമോൺ ഉണ്ടല്ലോ, പോക്കിമോൺ ആനിമ തന്നെയല്ലേ? അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത് കാണാത്ത ലോകത്താരും തന്നെ ഉണ്ടാവും തോന്നില്ല ചെറുപ്പത്തില്. അതെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ പോക്കിമോൺ അധികം കുറച്ചേ കണ്ടുള്ളൂ. ഞാനും മൊത്തം ഒന്നും കണ്ടിട്ടില്ല, അതൊന്നും അറിയില്ല. പോക്കിമോൻ എന്നുള്ള പേര് കേൾക്കാത്ത ആരൊക്കെ ഉണ്ടാവോ ലോകത്തില്ലായിരുന്നു? അതെ, പോക്കിമോൺ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡിജിമോൺ ഒക്കെ ഉണ്ടല്ലോ, ഡിജിമോൺ. പക്ഷെ അതൊന്നും എനിക്ക് അതിലേക്കൊന്നും കേറാൻ പറ്റിയില്ല ബേസിക്കലി ചെറുപ്പത്തിൽ. എനിക്ക് എന്തോ ആ ഒരു ആനിമേഷൻ സ്റ്റൈലിനോട് എനിക്ക് അത്ര, പിന്നെ എനിക്ക് ഇഷ്ടമായത് കുറച്ചും കൂടിയും ഈ എന്താണ് സേനൻ ആനിമയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. കാരണം ഞാൻ ആനിമെ കണ്ടു തുടങ്ങിയത് 20s എന്റെ. അപ്പൊ എനിക്ക് അത് മാത്രല്ല, ഞാൻ ഈ പോക്കിമോണും ഇതൊന്നും പിന്നെ യൂഗിയോ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. യൂഗിയോ കാർഡ്സ് ഒക്കെ ഞാൻ കുറെ ട്രേഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ. പക്ഷെ ഒരു കണക്ട് ഉണ്ടായിരുന്നില്ല അതിനോടൊന്നും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ആനിമെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യുന്ന 20s. അപ്പൊ 20s പിന്നെ ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. അധികം കുറെ എപ്പിസോഡുള്ള ആനിമ ഒന്നും ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ എപ്പിസോഡ് കണ്ടത് എനിക്ക് തോന്നുന്നു മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നു. പിന്നെ കണ്ടത് അറ്റാക്ക് ഓൺ ടൈറ്റൻ. പിന്നെ ഏതാ, വീഡിയോ ഓഫ് ആയ മാതിരി ഉണ്ടല്ലോ. ബാക്ക്. ഓക്കെ. അപ്പൊ ബേസിക്കലി ഇതൊക്കെയാണ്. എന്തൊക്കെ ജോൺറയാണ് വേറെ നമുക്ക് ഇപ്പൊ വൺ പീസ് അഡ്വഞ്ചർ ആനിമ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ചിലവർക്കും ഇഷ്ടാവും, ചിലവർക്കും ഇഷ്ടാവില്ല. വാട്ട് അതർ ജോൺറയാണ് പോപ്പുലർ ആയിട്ടുള്ളത്? അതെ, സ്പോർട്സ് ആനിമ. ഞാൻ കുറച്ച് സ്പോർട്സ് ആനിമയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പോപ്പുലർ ആയിട്ട് കുറെ പേർക്ക് ഇഷ്ടമുള്ളത്. പക്ഷെ എനിക്ക് അതിൽ ഗെറ്റും ചെയ്യാൻ പറ്റില്ല. അതിൽ ഏറ്റവും സ്പോർട്സ് കാറ്റഗറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ആനിമ ഏതാണ് അബയുടെ അഭിപ്രായത്തില്? ഞാൻ പറയുന്നത് ഹജിമേനോ ഇപ്പോ അതൊരു ബോക്സിംഗ് അനിമയാണ്. ബോക്സിംഗ്. ഹൈക്യൂ ഒരു വോളിബോൾ ബേസ്ഡ് അനിമയാണ്. ഓക്കെ. പിന്നെ സ്ലാംഡഗും പഴയ അനിമയാണ്, അത് ഇപ്പോ ഡിസ്കണ്ടിന്യൂ ആയി. അത് ബാസ്കറ്റ്ബോൾ അനിമയാണ്. അതുപോലെ തന്നെ കുറോക്കോനെ ബാസ്കറ്റ് ഉണ്ട്. കുറോക്കോനോ ബാസ്കറ്റ്ബോൾ അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് ഹൈക്യോ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് കുറോക്കോനോ ബാസ്കറ്റ്ബോൾ കുറച്ചുകൂടി പരിചയമുള്ള മാതിരിയുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് ഇപ്പൊ കറന്റ് ഉള്ളത് ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞ ഫുട്ബോൾ ബേസ്ഡ് അനിമയുണ്ട്. അതും നല്ല അനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അനിമയായിരുന്നു. പിന്നെ വേറെ കാറ്റഗറി നോക്കുവാണെങ്കിൽ ഇസക്കായി അനിമേഷൻ ഉണ്ട്. അതിപ്പോ ഇഷ്ടംപോലെ ബേസിക്കലി ഒരാൾ ഇരിക്കുമ്പോ വേറെ ലോകത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവാണ്. അതായത് ഈ ലോകത്തില് ഒന്നും ചെയ്യാത്തതോ അങ്ങനത്തെ ടീംസ് ഒക്കെ മരിച്ച്, കഴിവില്ലാത്ത കുറെ എണ്ണന്മാര് മരിച്ച് വേറെ ലോകത്ത് പോയി അവിടുത്തെ മെയിൻ ക്യാരക്ടറായി മാറുന്നതാണ് ഇസക്കായി ബേസിക്കലി. നമ്മളെ അറിയുന്ന അനിമ
അറിയുന്നത് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ റീസീറോ കണ്ടിട്ടുണ്ടോ? റീസീറോ, റീഇൻകാർണേറ്റഡ് ഇൻ അനദർ വേൾഡ്, പിന്നെന്താണ് സ്ലൈം ആനിമെ, പിന്നെ ഏതാ, പിന്നെ കോണോസൂബയൊക്കെ അതിലത്തെ ഹിലേറിയസ് ആനിമയാണ്. എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് കോമഡി ആനിമയിൽ ഉള്ളതാണ് ഈ കോണോസൂബ. പിന്നെ ഓവർലോഡ്, എന്റെ ഏറ്റവും ഫേവറേറ്റ് ഈസക്കായി ആണ് ഓവർലോഡ്. പിന്നെ പിന്നെ അങ്ങനത്തെ കുറെ ഉണ്ട് ബേസിക്കലി. ഏതാ പിന്നെ, കാരണം ഒരു 450 ഈസക്കായി തന്നെയുണ്ട് എന്റെ ഒരു ഇത് നോക്കാണെന്ന് വെച്ച് കഴിഞ്ഞാല്. സ്വാർഡ് ആർട്ട് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം, അത് ഭയങ്കര പോപ്പുലർ ആണ്. പിന്നെ ഇഷ്ടംപോലെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എസ്കേപ്പിസം ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതില് മെയിൻ ക്യാരക്ടറെ എസ്കേപ്പ് ചെയ്തിട്ട് പോവാണ് റിയൽ വേൾഡിൽ നിന്ന്. അതായത് നമ്മുടെ ഒരു ഇമാജിനേഷനിലൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യും, നമ്മളൊരു വേറെ ലോകത്തിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെയായിരുന്നെങ്കിൽ. നമ്മൾ സ്കൂളിലൊക്കെ ഇരിക്കും, ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും, ഇപ്പട്ടെ തീവ്രവാദികൾ അറ്റാക്ക് ചെയ്യും, അപ്പൊ രക്ഷപ്പെട്ട് ഓടും. അങ്ങനത്തെ ഒക്കെ കുറെ നമ്മള് വിയേർഡ് കൈൻഡ് ഓഫ് ഫാന്റസികൾ ഉണ്ടാവില്ലേ നമ്മുടെ. ഇപ്പൊ ജനറലി ഈ വേൾഡ് ഒക്കെ ഫാന്റസി ആയിരിക്കും. ഈ സെക്കയുടെ പ്രത്യേകത അതാണ്, ഇവര് പോണതൊരു ഫാന്റസി വേൾഡിലായിരിക്കും. അവിടെ ചെല്ലുമ്പോ അതിലൊരു കൈൻഡ് ഓഫ് ലൈൻ ഓഫ് കോമഡി തന്നെ ഉണ്ട്. അല്ലെങ്കിൽ വെച്ചാൽ എപ്പോഴും ഏതെങ്കിലും ഒരു വണ്ടി ഇടിച്ചിട്ടായിരിക്കും ഇവര് വേറെ ലോകത്തേക്ക് എത്താം. അതൊരു ട്രക്കും ആയിരിക്കും മിക്കവാറും. അങ്ങനെയാണ്. ഈ കോണോസൂബയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മരിക്കുന്നത് വേറെ രീതിയിലാണ്. പുള്ളി വിചാരിക്കും ട്രക്ക് ഇടിച്ചാൽ മരിക്കുന്നത്. അങ്ങനെ കുറെ കോമഡികളുണ്ട് ഇതിനകത്ത്. പിന്നെ കുറെ കോമഡി എന്ന് വെച്ചാൽ ജനറലി ഈസക്കായിൽ കുറെ കോമഡി ഉള്ള ഈസക്കായ അനിമയുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ കുറച്ച് കോമഡി സീരിയസ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈക്ക് ഒരു ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് റിഗ്രഷൻ ആനിമയുണ്ട്. ഇത് കൂടുതലും കൊറിയൻ ഇതിലാണ് ഞാൻ കണ്ടേക്കണെങ്കിൽ ഈസക്കായിലും ഉണ്ട്. ഈ റേസ്റ്റ് ഒക്കെ ആ കാറ്റഗറിയിലാണ് വരുന്നത്. പ്രായം കുറയും. നമ്മളൊക്കെ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ നമ്മൾ പണ്ട് വിചാരിച്ചോ എനിക്ക് ഇതേ ബുദ്ധിയായിട്ട് ഒരു 10 വയസ്സിൽ, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നണു നമ്മുടെ എങ്ങനെയൊക്കെയാണോ തോട്ട്സ് റിഫ്ലക്ട് ചെയ്യണേ അതൊക്കെ യൂസ് ചെയ്ത് ജപ്പാൻകാർ ഇഷ്ടം പോലെ മീഡിയ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയതാണ് ഈസക്കായുടെ ഇപ്പോഴത്തെ പോപ്പുലാരിറ്റി നമുക്ക് കണ്ടാൽ മനസ്സിലാവാം. അത്രമാത്രം അനിമെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഒരു 10 എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് കണ്ടു തീർക്കും. ഈസക്കായ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒരു 50% ട്രാഷ് അനിമയാണ്. ട്രാഷ് ലോകമൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ വൺ പീസിൽ എത്ര ഡെപ്ത് ഉണ്ടോ, വൺ ഡെപ്ത് ആയിരിക്കും കഥയ്ക്ക് എന്നൊക്കെ. ഒരു ഡെപ്ത് ഉണ്ടാവില്ല കഥയ്ക്കൊന്നും ഒരു ഡെപ്തേ ഇല്ല. പക്ഷെ ചില സാധനമൊക്കെ നമ്മൾ ചിരിച്ച് ബോധം, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പോരാത്തതിന് അവിടുത്തെ വേൾഡ് ബിൽഡിംഗ് ഒക്കെ ഇപ്പൊ ഈ ഓവർലോഡിലൊക്കെ നല്ല ശരിക്കുള്ള അടിപൊളി വേൾഡ് ബിൽഡിംഗ്. ഒരു സീസൺ മെയിൻ ക്യാരക്ടർ ഇല്ല. ഒരു 10-15-20 എപ്പിസോഡിൽ മെയിൻ ക്യാരക്ടറിന്റെ ആകെ അവസാനത്തെ 3 എപ്പിസോഡിൽ മാത്രം ഒരു സീസൺ മൊത്തം. അപ്പൊ അതിന്റെ വേൾഡ് ബിൽഡിങ്ങിന്റെ സ്കെയിൽ ആലോചിക്കാം. 3rd സീസണിലും ആകെ 50%, 4th സീസണില് പുള്ളി ആകെ 50% സമയത്തുള്ളൂ. അപ്പൊ പിന്നെ ഈ ജനറലി ഇവര് ഓവർ പവേർഡ് ആയിരിക്കും ഈ ക്യാരക്ടേഴ്സ് ഒക്കെ. പിന്നെ റീസീറോ എന്ന് പറഞ്ഞ ആനിമ ഉണ്ട്. അതിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ പ്രാവശ്യം ആള് മരിക്കുമ്പോ സ്റ്റോറി ഒന്നുകൂടി തുടങ്ങും, ആദ്യം മുതലേ തുടങ്ങും. അപ്പൊ ലൈക്ക് ഇപ്പൊ തന്നെ 2-3 സീസണായി. അപ്പൊ പുള്ളി മരിച്ച പ്രശ്ന മനസ്സിലായത്, കഥയൊക്കെ റീസെറ്റാവും. മനസ്സിലായോ? അപ്പൊ പുള്ളി ചിലപ്പോ ഓരോ പ്രാവശ്യം പുള്ളി മരിക്കുമ്പോ ഇയാളായിരിക്കും കൊന്നുണ്ടാവുക. അപ്പൊ ഇവനെപ്പോഴും പേടിയാണ്, ആരെ കൊല്ല. അങ്ങനത്തെ കുറെ ടൈപ്പ് ഇതുണ്ട്, റീഇൻകാർണേഷൻ ടൈപ്പ്. ഒരെണ്ണത്തിനകത്ത് മെയിൻ ക്യാരക്ടർ ഒരു ചെളി പോലത്തെ ഒരു സ്ലൈമാണ് മെയിൻ ക്യാരക്ടർ. അതായത് ഒരു ഗ്ലോബ്, ഒരു ജെല്ലി പോലത്തെ സാധനമാണ് മെയിൻ ക്യാരക്ടർ. പക്ഷെ ഈ ജെല്ലി പെട്ടെന്ന് ഓവർ പവേർഡായി മാറും. എന്നിട്ട് ആ ലോകം തന്നെ ഭരിക്കണതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം
വിയേർഡാണ്, നമ്മൾക്കൊക്കെ ഇഷ്ടാവുന്ന ടൈപ്പാണ് ഇസെക്കായ്. നമുക്ക് മാത്രല്ല ജനറലി എല്ലാവർക്കും ഓവർ പവേർഡ് എല്ലാ എസ്കേപ്പിസം, weird fantasies-നും ഫാന്റസീനെ തോണ്ടി വിടുന്ന സാധനങ്ങളാണല്ലോ അധികം. എല്ലാം 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 അങ്ങനത്തെ ടൈപ്പാണ്. അപ്പൊ ഇസെക്കായ് ഒരു ഹെവി വെയിറ്റ് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു സിനിമേനെക്കാട്ടും കുറച്ചുകൂടെ ഫ്രീഡം ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ക്രിയേറ്റേഴ്സിന് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞ പോലെ അനിമയില് അത്ര ഉണ്ടാവുമായിരിക്കും. എന്നാലും സിനിമയെക്കാട്ടും അല്ല, ഇപ്പൊ കൂടുതൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിനക്കൊരു പ്രത്യേക ഷോട്ട് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു ലോജിസ്റ്റിക്സും അതിന്റെ ഒരു ഡിഫിക്കൽട്ടി മച്ച് ഹയർ ആണ് സിനിമയിലേക്കൊക്കെ. പക്ഷെ അതിനും ഭേദം നമ്മളിപ്പോ ഒരു അനിമയിലാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോജിസ്റ്റിക്സ് ബിക്കംസ് ഈസി. യു ജസ്റ്റ് ഹാവ് ടു ഡ്രോ ഇറ്റ്, യു ഹാവ് ടു കോൺസെപ്ച്വലൈസ് ഇറ്റ്, അത്രേ ഉള്ളൂ. നമുക്കത് ചിന്തിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ തന്നെ വൺ പീസിന്റെ ലൈവ് ആക്ഷൻ ഇറങ്ങിയല്ലോ, ഭയങ്കര ലിമിറ്റഡ് ആണ്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിള് ഒരു ആനിമേ സെറ്റ് മേ ബി പാസ്റ്റിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫാന്റസി പാസ്റ്റിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ദാറ്റ് യു കനോട്ട് റിപ്ലിക്കേറ്റ് ഈസിലി ഒരു ശരിക്കുള്ള മൂവിക്കകത്ത്. ഭയങ്കര ഡിഫിക്കൽട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഇസെക്കായുടെ തന്നെ കാര്യമായിട്ട് ടാനിയ ഓഫ് ദ ഈവിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയില് ജർമ്മൻ സോൾജർ ആണ് പുള്ളിക്കാരി, നാസിയാണ് പുള്ളിക്കാരി, നാസി സോൾജർ ആയിട്ട്. പക്ഷെ പ്ലെയിൻ ഒന്നുമില്ല, ഇവര് പറന്ന് നടന്ന് വെടിവെക്കുന്ന ആൾക്കാരെ വെച്ചാൽ എങ്ങനെയാണ് നമ്മള് ഒരു സിനിമയായിട്ട് എടുക്കുക എനിക്കറിയില്ല. പക്ഷെ ഇറ്റ് വർക്ക്സ് ഇൻ ആനിമേ. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ളത്. നല്ല പിന്നെ കുറെ സിനിമകൾ, ഇന്റർസ്റ്റെല്ലാർ, ഗോസ്റ്റ് ഇൻ എ ഷെല്ല്, പിന്നെ ഇൻസെപ്ഷനിലെ ആ ഒരു സീനുണ്ട്, ഒരു ഹോട്ടലിന്റെ ഉള്ളില് ഇങ്ങനെ തിരിഞ്ഞിട്ട് വോളിക്കോടെ ഇങ്ങനെ നടന്ന് പോണ സീൻ. അതൊക്കെ പാരനോയ ഏജന്റ് എന്ന് പറഞ്ഞൊരു ആനിമേന്ന് വന്നതാണ്. മൈഡിയർ കുതിച്ചാട്ടനല്ലേ? മൈഡിയർ കുട്ടിച്ചാത്തനല്ല, അതൊക്കെ ആനിമേ. മൈഡിയർ കുട്ടിച്ചാത്തനെ ആനിമേന്ന് വന്നാണ് ബേസിക്കലി. അപ്പൊ ആനിമേ ഇൻസ്പയർസ് എ ലോട്ട് ഓഫ് ആർട്ട്. ഇപ്പൊ അത് ചിലവര് ഇത് ലൈവ് ആക്ഷൻ ആയിട്ട് ഹോളിവുഡിൽ എടുക്കാൻ നോക്കിയുണ്ട്, ചിലവര് ഇത് അതിന്റെ ഇൻസ്പിറേഷൻ എടുത്ത് പോയിട്ട് ലൈവ് ആക്ഷൻ ഒന്നും ജനറലി വിജയിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര മോശമാണ് ജനറലി. ഇപ്പൊ ഡെത്ത് നോട്ട് നേരത്തെ അഭിജിത്ത് പറഞ്ഞു, അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ തന്നെ ആനിമേ ഇത്ര അമേസിംഗ് ആണ്, സിനിമാറ്റിക് ഷോട്ട്സ് ആണ്, എല്ലാം റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലും ലൈവ് ആക്ഷന് ചെയ്യുമ്പോ നമുക്ക് സഹിക്കില്ല, അത്ര മോശമായി പോയി ലൈവ് ആക്ഷനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഈ ആനിമയുടെ പോസിബിലിറ്റി ബേസിക്കലി ടെൻസ് ടു ഇൻഫിനിറ്റി, അതാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്. അതിനെ ഇപ്പൊ ബേസിക്കലി ഇത്രയാണ് എനിക്ക് ആനിമേനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ ഒരു ഷോർട്ട് നോട്ടില് നമ്മുടെ ഇന്ത്യൻ ആനിമേഷൻ ഇൻഡസ്ട്രീനെ കൂടി ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നുന്നു. കാരണം കുറെ ചെറിയ ആനിമേ ക്രിയേറ്റേഴ്സ്, ചെറുപ്പം പിള്ളേര് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറെ താരം. ഇപ്പൊ ഞാനൊരു ഹനുമാന്റെ ഒരു സാധനം കണ്ടു, ഇറ്റ് വാസ് അമേസിങ്. അതിന്റെ ട്രെയിലർ കണ്ടിട്ട് ഹനുമാന്റെ തന്നെ എന്തോ ആണ്, ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല, ഒരു 2-3 മാസം മുമ്പ് ട്രെയിലർ കണ്ടല്ലോ, മറ്റേ ബാഹുബലിയുടെ ആനിമേഷൻ കണ്ടത്. അത് ആനിമേ അല്ലെങ്കിൽ കൂടി അതിന്റെ ആനിമേഷനിലത്തെ വാട്ട് ഇസ് പോസിബിൾ വിത്ത് ആനിമേഷൻ യു ക്യാൻ സീ എ ബിറ്റ് ഫ്രം ഈ രാജമൗലി അന്ന് നമുക്ക് കാണിച്ചു തന്നതില് നമുക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മീഡിയ ഒക്കെ കുറച്ചും കൂടിയും നമ്മുടെ മീഡിയ വൊക്കാബുലറി കുറച്ചും കൂടിയും കൂടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ക്രിയേറ്റേഴ്സ് കുറച്ചും കൂടിയും ഈ ആനിമേഷനിലേക്കൊക്കെ പോകേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ഷോർട്ടേജ് ഓഫ് മീഡിയ ബേസിക്കലി. ഇത്രയധികം ആൾക്കാർ ഇസ് കണക്റ്റഡ് ടു ദി ഇന്റർനെറ്റ്, ദേ നീഡ് മോർ ആൻഡ് മോർ ക്വാളിറ്റി കണ്ടന്റ്. ഇപ്പൊ അത് ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഷുഡ് ബി സം ബാഡ് കണ്ടന്റ് ഓൾസോ, നോട്ട് നെസസറി, ബട്ട് നമ്മൾക്ക് there needs to be enough content to have the cream. ട്രയൽ ആൻഡ് എറർ ആണല്ലോ. അപ്പൊ ഇതൊരു ട്രയൽ ആൻഡ് എറർ തിങ് ആണ്.
സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. ഇപ്പം കുറെ നമ്മുടെ കഥകളിലും ഇതിലും ഒക്കെ ഒരുപാട് അതൊക്കെ ശരിക്കും ഇവര് ലൈവ് ആക്ഷൻ പോലെ സിനിമയാക്കാൻ എടുക്കുമ്പോഴാണ് കുറെ ഒക്കെ പാളി പോകുന്നത്. അതെ ഇതൊക്കെ അതെ നേരെ അതെ മറിച്ച് അനിമ ആയിട്ട് എടുക്കുവാണെങ്കിൽ പോസിബിളി കുറെ ഷോർട്സും ഇതൊക്കെ പഴയ ചെയ്യാൻ ചെയ്യാനൊക്കെ രാമായണത്തിലെ ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ വടക്കം പണ്ട് വീരഗാഥ രാമായണത്തിലെ അനിമ മൂവി ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ആനിമയിൽ എടുക്കുന്ന ആലോചിച്ച് നോക്കിയേ, അതെ അതെ അതെ. ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ രണ്ടാമൂഴം രണ്ടാം മൂഴം ഓ അമ്പോ, നോവൽ സിനിമയാക്കാന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതൊരു എനിക്കും ഭയങ്കര അനിമയാക്കുകയാണെങ്കിൽ പേടിയാ. കാരണം കുറച്ച് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ബുക്ക് വായിക്കുമ്പോ അനിമയാക്കുമ്പോ ഒരു ഫീല് വരൂലേ, ബുക്ക് വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും ഭയങ്കര ഡിഫറെന്റ് ഫീലാ. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ക്ലോസർ ടു ഇടയിൽ ബുക്ക് നിൽക്കാൻ നിൽക്കാണ് ആനിമ എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ആനിമ അല്ല, അനിമേറ്റഡ് കോണ്ടന്റ്, നല്ല ക്വാളിറ്റി ഉള്ളത്. അതെ അതെ അത് ഇന്ത്യയിൽ എന്തായാലും ബെറ്ററായി വരുമെന്ന് കോമഡിക്ക് ഞാൻ വേണ്ടി മാത്രമേ ആഗ്രഹിക്കുന്നു. ഉപയോഗിക്കുന്നുള്ളൂ. കോമഡിയും പിള്ളേർക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിള്ളേർക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു. എക്സാക്ട്ലി. കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട്. പിന്നെ ഇത് മണി ജനറേറ്റ് പക്ഷെ ചെയ്യുന്നില്ല. ബാഹുബലിയുടെ ആനിമേ ട്രെയിലർ തന്നെ സൂപ്പർ ആണല്ലോ. അപ്പൊ അത് വന്നു Amazing. കഴിഞ്ഞാല് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് അതെ ആയിരിക്കും. അതെ അതെ അങ്ങനത്തെ അതെ. കണ്ടന്റ് കുറച്ചുകൂടെ വരാൻ അത് പറ്റും. രാജമൗലിയിലെ ഒരു ക്രിയേറ്റർ പൊസിഷനിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് അതിന് അതെ അതെ അതെ. അത് രാജമൗലിനെ കൂടി ആളെ ആക്കിയത് കൊണ്ട് അതിനൊരു വാതിൽ തുറന്നിടുകയാണ്. അതെ അതെ, ഓപ്പൺ ചെയ്യണം. അതായത് ഇനി ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ഇപ്പൊ ഈ സാധനം എങ്ങനെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓ ഇതിലും പൈസ ചെലവാക്കിയാൽ നമുക്ക് കുറച്ച് കാശ് മേടിക്കാം, കാശ് ഉണ്ടാക്കാം, ഇതിനകത്ത് കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്താലും തോന്നും ആൾക്കാർക്ക്. ഇതിപ്പോ കുറച്ചൊക്കെ വരുന്നുണ്ട്. ഒരു എപ്പിസോഡ് ചെയ്യുന്നതിന് ലോകയില് ഒരു മേജർ പടത്തിന്റെ ബഡ്ജറ്റ് അല്ല, അഭിജിത്ത് എന്തോ നേരത്തെ പറയാൻ പറ്റും. ഇത് കുറച്ചൊക്കെ അഭിജിത്ത് എന്തൊക്കെയോ വരുന്നുണ്ട്. ലൈവ് ആക്ഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലൈവ് ആക്ഷൻ നമ്മുടെ ലോകയിലൊക്കെ അതിന്റെ സീനൊക്കെ ചേർക്കണം. അനിമേ ടൈപ്പ് സീനെ കുറച്ച് ചേർക്കണം. ലോക്കല് ഐ വാസ് കംപ്ലീറ്റ്ലി അൺഇംപ്രസ്ഡ്. ഇറ്റ് വാസ് ജസ്റ്റ് ബാഡ് AI. അത്ര എനിക്ക് പറയാനുള്ളൂ. ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെയാണല്ലോ. നല്ല ഹെവി ബഡ്ജറ്റും വേണ്ടേ ഇതിന്? ഇതിന് നല്ല ബഡ്ജറ്റും വേണം, നല്ല കഴിവുള്ള ആൾക്കാരും വേണം. അതാണ് പ്രശ്നം. ഇപ്പൊ കറന്റ് വൺ പീസിന്റെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിന് ഒരു ഇപ്പൊ ലോകയുടെ തന്നെ ഒരു ബഡ്ജറ്റ് ഉണ്ടോ? അതാണ് ഒരു എപ്പിസോഡ് ചെയ്യണം, ഈ 20 മിനിറ്റിന്റെ ചെയ്യണല്ലേ. ചെയ്യണതിന് എത്ര ബഡ്ജറ്റ് ഉണ്ട്? ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഈ നമ്മുടെ. അതെ അതെ, ആനിമേഷൻ ഗുഡ് ക്വാളിറ്റി ആനിമേഷൻ ചെയ്യണം വെച്ചാൽ ടൈം എടുക്കും. പിന്നെ CG ആനിമേഷനൊക്കെ കുറെ പേര് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ആനിമേ ഇൻഡസ്ട്രിയില്. അതിപ്പോ നമ്മൾ വൺ പീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് ബാക്കിയുള്ള ആനിമയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാണാൻ. കാരണം കുറെ ഒന്നും അത്ര ഭയങ്കര അടിപൊളിയല്ല. പക്ഷെ ഞാൻ റീസെന്റ് ഹൈ ക്വാളിറ്റിയിൽ കണ്ട ഒരു ആനിമയാണ് സോളോ ലെവലിംഗ്. അമേസിങ് ആർട്ട് വർക്ക്, അമേസിങ് മ്യൂസിക്. വെറുതെ അതും അതില് സോളോ ലെവലിംഗ് ഒരു എന്തോ സോളോ ലെവലിംഗ് എന്തായിരുന്നു അതിന്റെ പറയണ്ട. അങ്ങോട്ട് പോവാണ് ഈ സെക്കൻഡിൽ പുറത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചെയ്യുന്നത്. അതില് സോളോ ലെവലിംഗിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നതായിരിക്കും നല്ലതെന്നാ എനിക്ക് തോന്നണേ. കാരണം അതിന്റെ ഞാൻ ക്വാളിറ്റി വെച്ച് പറയുന്നു എന്നുള്ളൂ. കാരണം ആനിമേഷൻ സ്റ്റൈല് ഭയങ്കര ഡിഫറെന്റ് ആണ്. ട്രഡീഷണൽ ആനിമേ സ്റ്റൈൽ അല്ല. അതും ആനിമ അല്ല അത് ആക്ച്വലി. അത് കൊറിയന്നാണ് വരുന്നത് സോളോ ലെവലിംഗ് ബേസിക്കലി. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ്. ചൈനയിൽ കുറെ ഇതുപോലത്തെ ആനിമേറ്റഡ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ആനിമേ പോലത്തെ. അതിനകത്ത് എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഒരു ടൈം റിഗ്രഷൻ പോലത്തെ ഒരു ആനിമേഷൻ ഷോ ഉണ്ട്. അതിനകത്ത് പുള്ളി കോളേജിൽ ലൈഫിലേക്ക് തിരിച്ചു പോകും. പുള്ളി ഭയങ്കര പുള്ളി ഡെവലപ്പർ ആയിട്ട് ജീവിക്കായിരിക്കും, ഗെയിം ഡെവലപ്പർ ആയിട്ട്. പക്ഷെ പുള്ളി എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പുള്ളി അത്ര ഹാപ്പി ലൈഫ് അല്ല ജീവിക്കുന്നുണ്ടാവുക. പുള്ളി എന്നിട്ട് അവസാനം ഒരു ദിവസം മരിച്ചിട്ട് പിന്നെ കോളേജില് ഗെയിം ഡെവലപ്മെന്റിന്റെ കോളേജിൽ പുള്ളി തിരിച്ചെത്തും. അപ്പൊ പുള്ളിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇത് ടൈം ട്രാവൽ ചെയ്യിപ്പിക്കുന്നത് പുള്ളിന്റെ ഒരു ഗെയിം ഓവർലോഡ് പോലത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിനെ ഈ ടൈം ട്രാവൽ ചെയ്യിപ്പിക്കുന്നത്. പുള്ളിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ഗെയിം സിസ്റ്റം ഉണ്ടാക്കുക. അതായത് പുള്ളി ഇത്ര പൈസ ചെലവാക്കണം, ഇത്ര ടൈമിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇത്ര ഓരോ അച്ചീവ്മെന്റ്സ് പുള്ളി കംപ്ലീറ്റ് ചെയ്യണം. എന്നാലാണ് പുള്ളിക്ക് ഒരു വലിയ ചങ്ക് ഓഫ് മണി കോളേജിലുള്ള ടൈമിൽ തന്നെ കിട്ടുള്ളൂ. അപ്പൊ പക്ഷേ പുള്ളി ഇതിന്റെ ഉള്ളിൽ കുറെ മിസ്റ്റേക്സ് ചെയ്യും. എന്ത് മിസ്റ്റേക്ക് ചെയ്താലും 1 ഹിറ്റ് ആവും. ഒരു ഗെയിം പുള്ളി ഇറക്കും, അത് 1 ഹിറ്റ് ആവും. പിന്നെ എന്നിട്ട് പുള്ളിയുടെ ലൈഫ് പ്രോഗ്രസ് ചെയ്ത് ഒരു ഡിഫറെന്റ് ടൈം ലൈനിലേക്ക് മാറിപ്പോകും. എക്സിസ്റ്റിംഗ് ആയിട്ട് പുള്ളിയുടെ ലൈഫ് എങ്ങനെയായിരുന്നു അതിനെ ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ
അങ്ങനത്തെയൊക്കെ ചൈനയിൽ ലൈക്ക് അങ്ങനത്തെ ഒരു ആനിമ ഒന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഈ ജപ്പാനിലൊന്നും. അതിന്റെ കോൺസെപ്റ്റേ കുറച്ചൊരു ഡിഫറെന്റ് സ്റ്റൈലിലാ പോണെ. അതുപോലെ തന്നെ ഇപ്പൊ കൊറിയയിലായാലും അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ വേണം. അത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിത്തൗട്ട് ഈവൻ ദ സപ്പോർട്ട് ഓഫ് ബിഗ് പ്രൊഡക്ഷൻ ഹൗസസ് കുറെ ചെറിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആൻഡ് സൂൺ എനിക്ക് തോന്നുന്നു വി വിൽ സി അമേസിങ് പ്രോജക്ട്സ്. അപ്പോ എല്ലാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ കാണുക, വൺ പീസ് കാണുക, വല്ല കാണാത്തവര് കണ്ടു നോക്കുക. എന്നോടത്ത് മുഖം ചുളിക്കാണ്ട് കണ്ടു നോക്കി കഴിഞ്ഞാൽ സ്റ്റഫ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ കണ്ടു നോക്കിയ ഒരാളാണ് ഞാൻ. അതിന്റെ അകത്ത് ഇപ്പം അഡിക്റ്റ് ആയി പോയി, പിന്നെ അത് ഇറങ്ങാൻ പാടായി. അതെ, എനിക്ക് ഓർമ്മയുണ്ട് അഭിജിത്തിനെ ഞാൻ പണ്ട് ആനിമ എന്ന് പറഞ്ഞപ്പോ അഭിജിത്തിന്റെ മുഖത്ത് ഒരു കൊച്ചായിരുന്നു. കാരണം എന്താന്ന് വെച്ചാ അഭിജിത്ത് ഒരു ഹാർഡ് കോർ മൂവി ഫാനാണ്. ഹോളിവുഡ്, മോളിവുഡ്, കോളിവുഡ് എന്ത് ഫുഡും ഇവിടെ എടുക്കും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഭയങ്കര അത്രയും സിനിമേനെ, അതും മെയിൻ സ്ട്രീം മാത്രമല്ല നിഷ് സിനിമകളൊക്കെ തപ്പിപ്പിടിച്ച് കാണുന്ന ഒരാളാണ് അഭിജിത്ത്. എന്നിട്ട് പോലും ഞാൻ ആനിമെ കൊടുത്തപ്പോ ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്താ പറയാ, നമ്മള് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുവാണ്. ഇതിന്റെ ഇപ്പൊ സമയമില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് എത്തി. എണ്ണം കൂടുന്നല്ലാണ്ട് കാണാൻ പറ്റുന്നില്ല. വൺ പീസ് തന്നെ. അതെ, ഇപ്പൊ ഇനി നിങ്ങക്ക് മൾട്ടിപ്പിൾ ആനിമെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ഇത് വൺ പീസ് കാണരുത് എന്നുകൂടി പറയാം. ഓടക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കൂടെ ഇരുന്ന് കരയേണ്ടി വരും. അപ്പോ അങ്ങനെ ഒരു ഹാപ്പി നോട്ടിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. ഇതുപോലെ നമുക്ക് ആൾക്കാർക്ക് ഇനിയും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ടോപ്പിക്സ്. നമ്മള് അതിലത്തെ സ്പെഷ്യലിസ്റ്റ് ഫാൻസിനെയും കൊണ്ട് നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നതാണ്. സോ അൺടിൽ നെക്സ്റ്റ് എപ്പിസോഡ്, ബൈ.